എന്താണ് ക്യാൻസർ എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ക്യാൻസറുകളും പേടിക്കേണ്ടാത്ത ക്യാൻസറുകളും ഒക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് കാര്യമായിട്ട് പറയാൻ പോകുന്നത്. അതിനോട് കൂടി തന്നെ അതിന് ഉള്ള ചികിത്സകൾ എന്തൊക്കെയാണ് നമ്മൾ പലരും കീമോ ആണ്, റേഡിയോ ആണെന്നൊക്കെ പല വാക്കുകളും പല സംഭവങ്ങളും ഇത് ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അടുത്തുനിന്നും കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് എന്ന് മാത്രം ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലപോലെ ഇത് തീർക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് ഞാൻ വരുന്നത് ക്യാൻസർ എന്നത് എന്താണ് ക്യാൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ക്യാൻസർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെല്ലുകൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറയുന്നത് സെല്ല് അഥവാ കോശം എന്നതാണ്. ഈ കോശം അത് ഡിവൈഡ് ചെയ്യാനും അതേപോലെ അത് വളരാനും നമ്മുടെ ശരീരത്തിൽ പല ടെക്നോളജിയും അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ സാധാരണ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള ആ രീതിയിലാണെങ്കിൽ നമ്മൾക്ക് വേണ്ട രൂപത്തിൽ നമ്മുടെ സെല്ലുകൾ വളരുന്നുള്ളൂ. അതല്ലാണ്ട് നമുക്ക് ആ സെല്ലുകൾക്ക് അസുഖം വരുന്ന സമയത്ത് ഈ സെല്ലുകൾ നമ്മുടെ കൺട്രോളിന് അതീതമായിട്ട് വളരുമ്പോഴാണ് അത് ക്യാൻസർ ആയിട്ട് മാറുന്നത്. അതായത് 4 സെല്ലുണ്ടാവുന്ന സ്ഥലത്ത് 10ഉം 20ഉം അല്ലെങ്കിൽ 1000ങ്ങളും സെല്ലുണ്ടാകുന്ന ഒരവസ്ഥ. അതാണ് ബേസിക്കലി ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ടെക്നോളജിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ സെല്ലുകൾ അതീതമായിട്ട് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. അത് വലുപ്പത്തിലാവണമെന്നില്ല, എണ്ണത്തിലാകാം, വലുപ്പത്തിലാകാം. മെയിനായിട്ട് എണ്ണത്തിൽ കൂടുന്നതിന്. ഇതിനെ ഇങ്ങനെ വളർന്നാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു സെല്ലാണ് ഇങ്ങനെ വളർന്ന് എണ്ണം കൂടുന്നതെങ്കിലും ആ സെല്ലിനെ മറ്റുള്ള അടുത്ത സെല്ലുകളെ ഇതേപോലെ മാറ്റാനും, ഈ വളർന്ന സെല്ലുകൾ 10,000ങ്ങളും ലക്ഷങ്ങളും ആയ സെല്ലുകൾ ഇവിടെ നിന്ന് എന്താകും, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സെല്ലുകൾക്കൊക്കെ ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ട പോഷകങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലഡ് വെസൽസ് ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് വളരുകയും ചെയ്യും. അങ്ങനെ 10-15 ഉദാഹരണത്തിന് ഈ ഒരു സെല്ല്, നമ്മൾ 4 സെല്ല് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട്. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. 4 സെല്ല് ആവശ്യമുള്ള സ്ഥലത്ത് 100 സെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ ആ 100 സെല്ലിനും ഭക്ഷണം എത്തിക്കാനുള്ള നമ്മളെ ബ്ലഡ് സപ്ലൈ അതിനായിട്ട് ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ടായിട്ട് അതിന് ശ്രമിക്കും. അത് കുറച്ചും കൂടെ വലുതായി ഈ 100 ആയിരങ്ങളായി കഴിഞ്ഞാൽ അതിനും ശ്രമിക്കും. അപ്പൊ ഈ ആയിരങ്ങൾ ലക്ഷങ്ങളായി കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് എന്താവില്ല, ഈ ഇതിന് വേണ്ടത്ര പോഷകം എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അതായത് കൺട്രോളിൽ നിന്ന് വിട്ടുപോവുക. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെല്ലുകൾ പൊട്ടി മുറിവാവുകയും, അതല്ലെങ്കിൽ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സെല്ലുകൾ അവിടെ നിന്നും വിട്ടിട്ട് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലേക്കോ, അതല്ലെങ്കിൽ ഒരു ഓർഗനിലാണ്, നമ്മളൊരു ബ്ലഡ് വെസലിലാണ് അല്ലെങ്കിൽ വേറെ അവയവത്തിലാണ് ഉണ്ടാവുന്നതെന്ന് വെക്കുക. അങ്ങനെ ആ ബ്ലഡിലേക്ക് അവിടെ നിന്ന് വിട്ടിട്ട് ആ കോശത്തിന്റെ കട്ടകൾ രക്തത്തിലേക്ക് വന്ന് അത് വേറെ എവിടെയെങ്കിലും പോയിട്ട് മാറുകയും വേറെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്യാൻസർ പകരുക, ഇവിടുന്ന് ഉണ്ടായിടത്തുനിന്ന് വേറൊരിടത്തേക്ക് പോവുക എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മളെ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഒരു ബോണിലാണ്, അതായത് ഒരു എല്ലിലാണ് ക്യാൻസറിന്റെ ആദ്യമായിട്ടുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാൻസർ വലുതായി വന്ന് ആ ഭാഗം അവിടുന്ന് രക്തത്തിലൂടെ വന്നിട്ട് ലിവറിലേക്കോ അല്ലെങ്കിൽ വേറെ ലിംഫ് നോഡിലേക്കോ അല്ലെങ്കിൽ തലച്ചോറിലേക്കോ ഒക്കെ പകരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ ക്യാൻസർ പകരുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. പിന്നെ തൊലിയിലും അല്ലെങ്കിൽ ശരീരത്തിന്റെ അകത്താണെങ്കിൽ പോലും ക്യാൻസർ ക്യാൻസർ മുറിവാവുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്യാൻസർ ഉണ്ടാവുന്നത് തന്നെ മുറിവല്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സെല്ലുകൾ കൂടുതലായി വളരുന്നത് മാത്രമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ അതിന് വേണ്ടത്ര രക്തം പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അത് പൊട്ടുകയും അത് മുറിവാവുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും. ഇതാണ് ക്യാൻസർ മുറിവാകുക എന്ന് പറഞ്ഞത്. ഇപ്പൊ രണ്ടാണെങ്കിലും ഒന്ന് ക്യാൻസർ പകരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ മുറിവാകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് രണ്ടും ഈ ബ്ലഡ് സപ്ലൈയുടെ കാരണം കൊണ്ട് തന്നെയാണ്. ഇനി നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് സത്യത്തിൽ ക്യാൻസർ എന്ന ഇംഗ്ലീഷ് വേർഡ് നമ്മുടെ ഈ പകരുന്ന ക്യാൻസറുകൾക്ക് മാത്രമുള്ളതാണ്. ട്യൂമർ എന്നാണ് നമ്മുടെ മുഴ എന്നുള്ള, മലയാളത്തിൽ അതിന് മുഴ എന്ന് അർത്ഥം പറയാൻ പറ്റുള്ളൂ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ട്യൂമർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അർബുദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി കോമൺ ആയിട്ടുള്ള വേർഡാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ട്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും, അതായത് ക്യാൻസർ ആകുന്ന മുഴകളും ഉണ്ട്, ക്യാൻസർ അല്ലാത്ത മുഴകളും ഉണ്ട്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ക്യാൻസർ അല്ലാത്ത മുഴകളെയാണ്, അതായത് ഇങ്ങനെ വ്യാപിക്കാത്ത, ഒരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞ് മറ്റൊരു ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക്
വ്യാപിക്കാത്ത മുഴകളെയാണ് ബിനൈൻ ക്യാൻസേഴ്സ് ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതായത് വ്യാപിക്കാത്ത പ്രശ്നമില്ലാത്ത, അതായത് ഒരു മുഴ ഉണ്ടായിട്ടുണ്ട് അവിടെ, നമുക്കറിയാം ചില മുഴ അത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം അത് ബിനൈൻ ട്യൂമറാണ്. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേറെ ഉള്ളിടത്തേക്ക് വ്യാപിക്കുന്ന പ്രശ്നത്തെ പേടിക്കേണ്ടതില്ല. ആ മുഴയുള്ള സാധനം നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് കരിച്ച് കളയുന്ന ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ആ അസുഖം മാറും. രണ്ടാമത്തെ വിഭാഗമാണ് നമ്മൾ മാലിഗ്നന്റ് അല്ലെങ്കിൽ ക്യാൻസർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗത്തുണ്ടായി മറ്റൊരു ഭാഗത്തേക്ക് പകരാൻ സാധ്യതയുള്ളതാണ് രണ്ടാമത്തെ പറഞ്ഞ മാലിഗ്നന്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ബിനൈനും മാലിഗ്നന്റും വ്യത്യാസം പറഞ്ഞു. രണ്ടാമത്തത് സ്പ്രെഡ്, നമ്മളിത് ഒരു ഭാഗത്തേക്ക് വ്യാപിക്കാനുള്ള വഴികൾ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു സെല്ലിലുണ്ടായി അതിന് തൊട്ടടുത്ത സെല്ലിലേക്ക് ആ അവയവത്തിൽ തന്നെ അടുത്തടുത്ത ഭാഗത്തേക്ക് വ്യാപിക്കുക തൊട്ട്. രണ്ടാമത്തത് അതല്ലാണ്ട് ഈ സംഭവം ബ്ലഡിലൂടെ വന്നിട്ട് ഈ വലുതായ കേടുള്ള സെല്ലുകൾ ബ്ലഡിലേക്ക് വ്യാപിച്ചിട്ട് ബ്ലഡ് വഴി വേറെ ദൂരെയുള്ള ഒരു അവയവത്തിലേക്ക് പോവുക. അതായത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ പോലെ ലിവറിലേക്ക് ഒരു ബോണിലുണ്ടായ ഒരു ക്യാൻസർ ബ്ലഡിലൂടെ വന്നിട്ട് ലിവറിൽ അതിനൊരു സെല്ലെത്തി അവിടെ അത് വ്യാപിക്കുക. അതല്ലെങ്കിൽ ഈ ഒരു സെല്ല് നേരെ ബ്രെയിനിലേക്ക് എത്തി ബ്രെയിനിൽ ട്യൂമർ ആവുക. അപ്പൊ ഈ രണ്ടിടത്തും ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ക്യാൻസർ എവിടെയാണ് നമുക്കുള്ളത്? എല്ലിലാണെങ്കിലും അതിന്റെ രണ്ടാമത് സെക്കൻഡറീസ് എന്നാണ് അതിന് പറയാം, വ്യാപിച്ചു കിട്ടുന്ന അവസ്ഥ. അത് ബ്രെയിനിലും അല്ലെങ്കിൽ ലിവറിലും എത്തുന്ന ഒരവസ്ഥ, അത് ബ്ലഡിലൂടെ വരാം. മൂന്നാമത് നമുക്ക് തന്നെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അതായത് ബ്ലഡിന്റെ കൂടെ തന്നെ നമ്മുടെ ലിംഫ് നോഡ്സ്, നമുക്കറിയാം കഴല വീങ്ങ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ കഴല എന്ന് പറഞ്ഞ സംഭവം അത് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ബ്ലഡ് പോലെ തന്നെ നമ്മളെ ശരീരത്തിൽ വേറൊരു ഫ്ലൂയിഡിനും കൂടെയുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതിന് ലിംഫാറ്റിക് വെസൽസ്, ലിംഫാറ്റിക് ഓർഗൻസ്, അതായത് ലിവർ, സ്പ്ലീന്, അതേപോലെ ലിംഫ് നോഡ്സ്, ഈ സംഭവങ്ങളൊക്കെ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന ബ്ലഡ് പോലെ തന്നെ ഓടി നടക്കുന്ന വേറൊരു ഫ്ലൂയിഡും കൂടെ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് വഴി ബ്ലഡിലൂടെ പകരുന്ന അതേപോലെ തന്നെ ഈ ലിംഫ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് വഴിയും ശരീരത്തിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് മറ്റൊരു ഭാഗത്തേക്ക് ക്യാൻസർ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഈ സെക്കൻഡറീസ് വരിക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ മൂന്ന് വിഭാഗങ്ങളിലൂടെ, ബ്ലഡിലൂടെ, ലിംഫാറ്റിക്കിലൂടെ, അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സെല്ലിൽ തന്നെ ഇപ്പൊ എല്ലിലുണ്ടായി എല്ലിലൂടെ തന്നെ അടുത്തടുത്ത സെല്ലിലേക്ക് വ്യാപിച്ചു പോവുക. എന്താണെങ്കിലും ഇന്നേ വരെ ലോകത്ത് 200-ലധികം ക്യാൻസറുകൾ, ഇങ്ങനെ വ്യാപിക്കാൻ തരത്തിലുള്ള 200-ലധികം ക്യാൻസറുകൾ നമ്മൾ ഇതുവരെ പല അവയവങ്ങളിലും പല വിഭാഗത്തിലും പെടുന്ന ക്യാൻസറുകളെല്ലാം കൂടെ 200-ലധികം ക്യാൻസറുകൾ നമ്മൾ ഇന്ന് വരെ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഒരു ക്യാൻസർ എന്നുള്ള രൂപത്തിലല്ല പറയുന്നത്. ക്യാൻസർ എന്താണ്, ക്യാൻസർ എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഇന്ന് എന്റെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ പൊതുവെ ക്യാൻസറിന് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ക്യാൻസർ ഞാൻ പറഞ്ഞു, ഒന്ന് സെല്ല് 1, 2, 3 ആകുമ്പോൾ നമ്മൾ ശരീരത്തിൽ ക്യാൻസറിന്റെ തുടക്കത്തിൽ നമുക്ക് പലപ്പോഴും സിംറ്റംസ് ഉണ്ടാകാറില്ല. ഒന്നുകിൽ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിൽ മറ്റേതെങ്കിലും ഒരു അവയവത്തിൽ എത്തിയിട്ട് അതല്ലെങ്കിൽ മുറിവാകുമ്പോൾ ഒക്കെയാണ്. അതായത് നമ്മൾ അതിന്റെ ലേറ്റർ സ്റ്റേജുകളിലാണ്, കുറച്ച് വലുതായി തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചായതിനു ശേഷം മാത്രമേ നമുക്ക് പലപ്പോഴും അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാറുള്ളൂ. അല്ലാതെ നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബ്ലഡ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ട് നോക്കുന്നത്, അതല്ലെങ്കിൽ റെഗുലർ ചെക്കപ്പുകൾ നടത്തുമ്പോൾ അതിൽ കിട്ടുന്നത്, അങ്ങനത്തെ ഒക്കെ അവസരങ്ങളിൽ മാത്രമേ നമുക്ക് പലപ്പോഴും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ ഡയഗ്നോസ് ചെയ്യാൻ കഴിയാറുള്ളൂ. അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇപ്പോൾ സാധാരണ നിങ്ങൾക്കറിയാം ഒരു 10, 40, 45 വയസ്സുള്ള ഒരാൾ പെട്ടെന്ന് എപ്പിലെപ്സി വരിക, നമ്മളെ അപസ്മാരം വരിക, സാധാരണ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ അത് ഒരു അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളും അല്ല. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഡോക്ടർ പറയുന്നത് അവിടെ സ്കാൻ ചെയ്യണം, ആ സ്കാൻ ചെയ്യുമ്പോൾ ഇന്നതുണ്ട്, ട്യൂമർ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെങ്കിലും അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ, നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പലപ്പോഴും കഴിയാറുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ക്രീനിങ്ങിന്റെ ടൈമിൽ, സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബ്ലഡ് ഇത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില നമ്മളിപ്പം സ്ത്രീകൾക്ക് നമ്മളെ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്, സെർവിക്കൽ ക്യാൻസർ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് അത് 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും പാപ്സ്മിയർ ചെയ്യണമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചില ക്യാൻസറുകൾക്ക്, അത് കോമൺ ആയിട്ട് വരാവുന്ന ക്യാൻസറുകൾക്ക്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ സ്തനാർബുദങ്ങൾക്ക് നമ്മൾ മാമോഗ്രാഫി ചെയ്യണം, അല്ലെങ്കിൽ ശരിക്കും എക്സാമിൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സ്വന്തമായിട്ട് തന്നെ സ്തനഭാഗത്ത് വല്ല മുഴകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനത്തെ റെഗുലർ ആയിട്ട് ചെക്കപ്പ് നടത്തേണ്ട കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് നേരത്തെ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതല്ലാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ ലേറ്റർ സ്റ്റേജുകളിൽ, കുറച്ച് വൈകിയ സ്റ്റേജിൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയാറുള്ളൂ പലപ്പോഴും.
അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ സാധാരണയായിട്ടുള്ള സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞു മുഴ ഉണ്ടാവുകയാണ്. ഈ മുഴ ഉണ്ടാവുമ്പോൾ നമുക്ക് അതേ ഈ പറഞ്ഞ പോലെ തന്നെ മുഴ ഉണ്ടാവുമ്പം അതിന് ലോക്കലായിട്ട് ഉണ്ടാവുന്ന അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഒരാളുടെ ശ്വാസകോശത്തിലെ ക്യാൻസർ ആണെന്ന് വെക്കാം. അപ്പൊ ശ്വാസകോശത്തിൽ ഒരു മുഴ ഉണ്ടാവുകയാണ്. അപ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ ഒരു മുഴ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചുമ വരിക, ചുമക്കുമ്പോൾ രക്തം വരിക, അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരിക. ഈ മുഴ വലുതായി ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം അടഞ്ഞു പോകുന്നത് കൊണ്ട് ശ്വാസം മുട്ട് വരിക. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മുഴ ഇങ്ങനെ വലുതായി വരുമ്പോൾ ഞെങ്ങുന്നതുകൊണ്ട് വേദന വരിക. ഇപ്പോൾ ഒരു ബോണിലെ ക്യാൻസർ ആണെങ്കിലും അതേപോലെ തന്നെ, അല്ലെങ്കിൽ തലച്ചോറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഈ തലച്ചോറിലെ ക്യാൻസർ ആണുള്ളതെന്നുണ്ടെങ്കിൽ ഈ മുഴ ഇങ്ങനെ വലുതായി ഞെങ്ങുന്നത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അപസ്മാരം വരിക, അല്ലെങ്കിൽ തുടർച്ചയായ തലവേദന, വേറൊന്നും കാണാൻ കാരണങ്ങളൊന്നുമില്ലാത്ത തുടർച്ചയായ തലവേദന. അപ്പം കോമൺലി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോക്കൽ എഫക്റ്റ്, അതായത് അവിടെ മുഴ ഉണ്ടായത് കൊണ്ട് അതിൽ തുടർന്ന് അതിന്റെ അടുത്തടുത്ത ഭാഗങ്ങളിലേക്ക് ഉണ്ടാവുന്നത് കൊണ്ടുള്ള വേദനയും മറ്റ് എഫക്റ്റുകളും, അതാണ് ഒരു ലക്ഷണങ്ങൾ. അതുകൊണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ഒന്ന്. രണ്ടാമത്തത് പിന്നെ നമ്മളിപ്പോ കുടലിലാണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ കുടലിൽ നമുക്ക് എപ്പോഴും മലബന്ധം ഉണ്ടാവുക, അല്ലെങ്കിൽ മലം പോകുമ്പോൾ രക്തം വരിക, അങ്ങനെ എന്താണെങ്കിലും ഈ മുഴ കൊണ്ടുണ്ടാവുന്ന ബ്ലോക്കും കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങൾ. രണ്ടാമത് സിസ്റ്റമിക് സിംറ്റംസ്. ഇതല്ലാണ്ട് നമ്മുടെ മൊത്തം ബോഡിയിൽ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണം കണ്ടെത്താനാകാത്ത വെയിറ്റ് ലോസ്, നമ്മുടെ തൂക്കം കുറഞ്ഞുകൊണ്ടേയിരിക്കുക, അതായത് സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് എന്ന് പറയും. 6 മാസത്തിൽ 10% വെയിറ്റ് കുറയുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം. ഒരാൾ ഡയറ്റ് ചെയ്യുന്നതോ എക്സസൈസ് ചെയ്തിട്ട് വെയിറ്റ് കുറക്കുന്ന ഒരാളുടെ കഥയല്ല പറയുന്നത്. അതല്ലാണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരാളുടെ വെയിറ്റ് പെട്ടെന്ന് 6 മാസത്തിൽ 10%, അതായത് 60 കിലോഗ്രാം ഉള്ള ഒരാൾ, അല്ലെങ്കിൽ 70 കിലോഗ്രാം ഉള്ള ഒരാൾ 10% 7, 60 ആണെങ്കിൽ 6, 7 കിലോ കുറയുക. 70 കിലോ ഉള്ള ആൾ 7 കിലോ, 63-ൽ താഴെയാണ്, പെട്ടെന്ന് 6 മാസം കൊണ്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ആ വെയിറ്റ് ലോസ് എന്നുള്ളത് അന്വേഷണം. അത് എപ്പോഴെല്ലാം ക്യാൻസർ ആണെന്നല്ല പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞ് പേടിക്കണ്ട. അപ്പൊ അങ്ങനത്തെ എന്താണെങ്കിലും അതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കണം, ഒന്ന്. രണ്ടാമത്തത് ഇതേപോലെ തന്നെ നമുക്ക് കാരണം പറയാൻ കഴിയാത്ത പനി. അതായത് പനി ഇങ്ങനെ മാസത്തിൽ ഇത് ആഴ്ചയിൽ ഒരിക്കൽ പനി, 2 ദിവസം 3 ദിവസം പനിക്കുക, പിന്നെ അത് പോവുക, പിന്നെ അപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അത് മാറും, പിന്നെ രണ്ടാമത് പിന്നെയും പനിക്കുക. അങ്ങനെയുള്ള നമുക്ക് കാര്യം, അതായത് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പനിക്കുള്ള കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് തരും, അങ്ങനെ മാസങ്ങളും ഒക്കെ നീണ്ടു നിൽക്കുന്ന കാരണം കണ്ടുപിടിക്കാനാകാത്ത പനി, ഈ പറഞ്ഞ വെയിറ്റ് കുറയുന്നത് പോലെ തന്നെ കാരണം കണ്ടുപിടിക്കാനാകാത്ത പനികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കിന്നിലെ ചില ചേഞ്ചസ്. ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാ ക്യാൻസറിനെയും കുറിച്ച് ഒരു പൊതുവായിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. സ്കിന്നിലുള്ള ചേഞ്ചസ്, ഇപ്പോൾ സ്കിന്നിൽ നമ്മൾ പെട്ടെന്ന് ഒരു കറുത്ത ഇത് വരുവാണ്, ഒരു ചെറിയൊരു അടയാളം വരിക, അതിങ്ങനെ വലുതായി ഒന്നുകിൽ കറുപ്പ് കൂടി വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് വ്യാപിക്കുക, അങ്ങനത്തെ ലക്ഷണങ്ങൾ. അതല്ലെങ്കിൽ ഈ പെട്ടെന്ന് സ്കിന്നിങ്ങനെ തടിച്ചു വരിക, അങ്ങനത്തെ വലിയ ലക്ഷണങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പെട്ടെന്നുള്ള കാരണങ്ങൾ നമുക്ക് ശരീരത്തിന് ഭയങ്കരമായ തളർച്ചയും ക്ഷീണവും, ഇങ്ങനെയൊക്കെ കാരണം കണ്ടുപിടിക്കാനാകാത്ത ഇങ്ങനെ വല്ല കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് അന്വേഷിക്കണം. ഇത് ക്യാൻസറിന്റെ സിംറ്റം ആകാം. എല്ലാവർക്കും അല്ല പറയുന്നത്, ഇത് ഞാൻ മൊത്തത്തിൽ പറയുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വ്യാപിച്ചത് കൊണ്ടുള്ള സിംറ്റംസ്, നമ്മൾ ശരീരത്തിൽ ഒരു ഭാഗത്തുണ്ടായി മറ്റൊരു ഭാഗത്തേക്ക് വ്യാപിച്ചത് കൊണ്ടുള്ള ലക്ഷണങ്ങൾ. നമ്മളെ ഞാൻ പറഞ്ഞു ലിംഫാറ്റിക് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ലിവർ, സ്പ്ലീന് പോലത്തെ സംഭവങ്ങൾ വലുതാവുക, വയറുവേദന കാര്യങ്ങൾ, നമ്മളല്ലെങ്കിൽ പെട്ടെന്ന് വയറിന്റെ എന്തെങ്കിലും വേറെ ആവശ്യത്തിന് വേണ്ടി വയറിന്റെ സ്കാൻ ചെയ്യുന്ന സമയത്ത് സ്പ്ലീന് അല്ലെങ്കിൽ ലിവർ വലുതായതായിട്ട് കാണുക, അതിലിങ്ങനെ ഒരു ഇതേപോലെ ക്യാൻസറിന്റെ ഭാഗങ്ങളുള്ളതായിട്ട് കാണുക, അതുകൊണ്ടുണ്ടാവുന്ന വേദനയും മറ്റ് സിംറ്റംസും. 2, നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എല്ലിന്റെ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ ചിലർക്ക് വരിക. പിന്നെ പറഞ്ഞ പോലെ തലച്ചോറിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ തലവേദനയും കാര്യങ്ങളും, അതേപോലെ അപസ്മാരം വരിക, മറ്റുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ എന്താണ്, ഒരു ഭാഗത്തുണ്ടായി മറ്റൊരു വ്യാപിച്ചത് കൊണ്ടുള്ള സിംറ്റംസ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക്, ഇപ്പൊ ഞാൻ പൊതുവെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ കാരണങ്ങൾ, എന്തൊക്കെ കൊണ്ടാണ് ഈ ക്യാൻസർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത്, ക്യാൻസറിന്റെ
നമ്മൾ പറയും പല കാരണങ്ങളും, അത് കഴിച്ച ക്യാൻസർ, ഇത് കഴിച്ച ക്യാൻസർ. അപ്പൊ എന്തുകൊണ്ടൊക്കെ ക്യാൻസർ ഉണ്ടാകാം എന്നുള്ള എന്തൊക്കെ ക്യാൻസറിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഇതിലുള്ളത് കാരണങ്ങളാകാം എന്നുള്ളതും കൂടെ ഞാനൊന്ന് പറയാം. ആദ്യമായിട്ട് പുകവലി. 90% ശ്വാസകോശ ക്യാൻസറിന്റെയും കാരണം പുകവലിയാണ്. 90% ശ്വാസകോശ ക്യാൻസറിന്റെയും കാരണം പുകവലിയാണ്. അതേപോലെ മദ്യപാനം 10% പുരുഷന്മാരിലെ 10% ക്യാൻസറിന്റെയും, വേറെ ഒന്നും ഇല്ലാതെയാണ് ഞാൻ പറയുന്നത്, മറ്റുള്ള കാരണങ്ങളും ഉണ്ടെങ്കിൽ അതിൽ കൂടും, മറ്റൊന്നും ഇല്ലാണ്ട് 10% പുരുഷന്മാരിലെ ക്യാൻസറിന്റെയും 3% സ്ത്രീകളിലെ ക്യാൻസറിന്റെയും കാരണം മദ്യപാനമാണ്. ഇനി പുകവലി എന്നതുകൊണ്ട് ശ്വാസകോശ ക്യാൻസർ മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് തൊണ്ടയിലെ ക്യാൻസറുകളും നമ്മുടെ കുടലിലെ ക്യാൻസറുകളും വയറിലെ ക്യാൻസറുകളും പല ക്യാൻസറിനും ഈ പുകവലി ഒരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചില ആളുകളുടെ നമ്മുടെ കെമിക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ ചില കെമിക്കൽ എക്സ്പോഷേഴ്സ്, ഇതേപോലെ തന്നെ പുകവലി പോലെ തന്നെ കെമിക്കൽ എക്സ്പോഷേഴ്സ്, കെമിക്കലുമായിട്ട് നമുക്ക് അടുക്കാനുള്ള ചില കെമിക്കൽസ് ഇതേപോലെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കമ്പനികളിലൊക്കെ പ്രവർത്തിക്കുന്നവര്, ജോലി ചെയ്യുന്നവര് അതിനുള്ളത് അറിയാം. അങ്ങനത്തെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം അതെന്ത് ചെയ്യും, അതിനുള്ള അത് ശരീരത്തിലാവാതിരിക്കാനുള്ള കവചങ്ങളും കാര്യങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടാവും അങ്ങനെയുള്ള കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നത്. ഉദാഹരണത്തിന് ആസ്ബസ്റ്റോസ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞ കെമിക്കൽ, ആ ഫൈബർ എന്ത് ചെയ്യും, ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബെൻസീൻ ഉണ്ടാക്കുന്ന ഇതിലുണ്ടായി കഴിഞ്ഞാൽ രക്തത്തിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അത് ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം, അതിനുള്ള ഇതുകൾ ചെയ്തിട്ട്, പ്രിക്കോഷൻസ് ചെയ്തിട്ട് അവരെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ ഒരെണ്ണം നമ്മുടെ ഭക്ഷണ രീതികൾ, അതേപോലെ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, നമ്മുടെ പൊണ്ണത്തടി എന്ന് പറയുന്നത് ക്യാൻസർ രോഗികളിൽ പൊണ്ണത്തടിയുള്ള ആളാണെങ്കിൽ 30 മുതൽ 35% മരണത്തിന് കാരണമാവും. ക്യാൻസർ ഉള്ള ഒരാൾ ഭയങ്കര പൊണ്ണത്തടിയുള്ള ആളാണെങ്കിൽ 30 മുതൽ 35% വരെ അവരെ മരണത്തിന് കാരണമാക്കാൻ പൊണ്ണത്തടി കാരണമാവാറുണ്ട് പലപ്പോഴും. പിന്നെ കെമിക്കൽസ്, നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പല കെമിക്കൽസും നമ്മുടെ ശരീരത്തിന് ഇതേപോലെ ക്യാൻസർ ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ടേസ്റ്റ് കൂട്ടാനും മറ്റൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൽ പലപ്പോഴും ഇതേപോലെ ക്യാൻസറുകളും മറ്റും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരുപാട് ഉപ്പിട്ട് കഴിക്കുന്ന, അത് ഇന്ന് ഉപ്പിട്ട് കഴിച്ചവർ മൊത്തം ഈ ക്യാൻസർ വരുന്നല്ല പറയുന്നതിന്റെ അർത്ഥം. പക്ഷേ ഒരുപാട് ഉപ്പിട്ട് കഴിക്കുന്ന ആളുകളിൽ, എസ്പെഷ്യലി ജാപ്പനീസ് ഏരിയ ഇതിലൊക്കെ കാണുന്ന ഒരു പഠനം നടത്തിയതിൽ കണ്ടതാണ്, അവർക്ക് വയറിന്റെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആവശ്യത്തിന് ഉള്ളതല്ലാത്ത സാധനങ്ങൾ കഴിക്കുന്നത് എന്താണെങ്കിലും ശരീരത്തിന് നല്ലതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫെക്ഷൻസ്, അതായത് വൈറൽ ഇൻഫെക്ഷൻസ്. ഉദാഹരണത്തിന് നമ്മളെ ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തത്തിന്റെ ബി ആൻഡ് സി ഗ്രൂപ്പിൽപ്പെട്ട വൈറസ് ഇൻഫെക്ഷൻസ്, അതേപോലെ എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന വൈറസിന്റെ ഇൻഫെക്ഷൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഈ വൈറസുകൾ ചിലരിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് വൈറസ് അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഹെപ്പറ്റൈറ്റിസ് സി, എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്ന സാധനം നമ്മളെ ലിവറിന്റെ ക്യാൻസറിന് കാരണമാവും. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ബി ആണ് നമ്മൾ സാധാരണ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതല്ലാത്ത വൈറൽ ഇൻഫെക്ഷൻ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്ത് സാധാരണ നമുക്ക് വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അത് ക്രോണിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാണ്ട് കുറെ കാലം കിടക്കുന്ന ഇൻഫെക്ഷനാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ അറിയാണ്ട് അത് പിന്നീട് ഇതേപോലെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേ നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കാപ്പോസി സാർക്കോമ വൈറസും ഒരുപാട് ഇതേപോലെ ഈ പറഞ്ഞതിനെ പോലെ തന്നെ വൈറസ് ഇൻഫെക്ഷൻസ്. പിന്നെ നമ്മുടെ വയറിൽ ഉള്ള വേറൊരു ക്യാൻസറിന്റെ കാരണമാണ് എച്ച് പൈലോറി എന്ന് പറഞ്ഞാൽ ഹെലിക്കോബാക്ടർ പൈലോറി. അതായത് നമ്മുടെ വയറിലെ പുണ്ണിന് കാരണമാകുന്ന ഒരു അണുണ്ട്, വയറിലെ പുണ്ണ് ഒരുപാട് കാലം ഉണ്ടായി കഴിഞ്ഞാൽ എന്തു ചെയ്യും, അത് ഇങ്ങനെ ഇറിറ്റേഷൻ, ഒരുപാട് കാലത്ത് ഇറിറ്റേഷൻ ഇങ്ങനെ നിന്ന് അത് എന്ത് ചെയ്യാറുണ്ട്, വയറിലെ ക്യാൻസറിന് കാരണമാകാറുണ്ട്. അതാണ് വയറിലെ പുണ്ണ് കുറെ കാലം ഉണ്ടായിരുന്നു, പിന്നെ അത് ക്യാൻസറായി, ആദ്യം അൾസറാന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്താണെങ്കിലും ഇത് ബാധിക്കുന്ന എച്ച് പൈലോറി എന്ന് പറയുന്ന ഇൻഫെക്ഷൻ, എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഈ ഗ്യാസ്ട്രിക് കാർസിനോമയ്ക്ക് കാരണമാണ്. അതുപോലെ ചില പാരസൈറ്റ്സ്, അതായത് നമ്മളെ ബ്ലഡ് ഫ്ലൂക്ക്, ലിവർ ഫ്ലൂക്ക് പോലെയുള്ള ചില പാരസൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ഈ ക്യാൻസർ ഉണ്ടാക്കാറുണ്ട്. മറ്റൊരു കാരണം റേഡിയേഷൻ, അതായത് നമ്മുടെ എക്സ്റേ അല്ലെങ്കിൽ നമ്മുടെ
വെയിലിൽ നിന്ന് സൂര്യനിൽ നിന്ന് തന്നെ കിട്ടുന്ന ചില റേഡിയേഷൻസ്, ഇതൊക്കെ ഇതിന്റെ ബേസിക് കാരണം ഞാൻ പറഞ്ഞു. സെല്ലിൽ നമ്മൾ കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എന്തൊരു സാധനവും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കും. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കെമിക്കൽസ്, സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനം. അതേപോലെ നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനം. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിനോ അല്ലെങ്കിൽ മറ്റു ശരീരത്തിന്റെ ഭാഗങ്ങൾക്കോ പുക വലിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഏതൊരു അവയവത്തിനും കോൺസ്റ്റന്റ് ആയിട്ട് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞ. അപ്പൊ ഈ കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്ത് വരും? ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മളെ എക്സ്റേ, നമ്മൾ മെഡിക്കൽ ഉപയോഗിക്കുന്ന ചില റേസ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് വെയിലിൽ നിന്ന് നേരിട്ട് നമുക്ക് കിട്ടുന്ന ചില റേസ് ഒക്കെ ഇതേപോലെ റേഡിയേഷൻ കാരണം നമ്മുടെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ചില ഹോർമോണുകൾ, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ചില ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ശരീരത്തിൽ ചില ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത. അതായത് സെക്ഷൽ ഹോർമോൺസിന് അങ്ങോട്ടുള്ള വ്യത്യാസം, നമ്മൾ അണ്ടാശയത്തിലെ ക്യാൻസർ അല്ലെങ്കിൽ ടെസ്റ്റിസിലെ ക്യാൻസർ എന്നൊക്കെ പറയുന്നത് ചില ശരീരത്തിൽ തന്നെ ചില ഹോർമോണുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ കാരണം ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് എന്തൊക്കെയാണ് ക്യാൻസർ, എങ്ങനെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ക്യാൻസർ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ ജനറ്റിക് ഘടന, അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ DNA-യിലും ഈ സെൽ ഡിവിഷൻ, നമ്മുടെ സെല്ല് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു രീതി, നേരായ രീതിയിൽ പോകേണ്ട ഒരു രീതിയുണ്ട്. അതിൽ നിന്ന് തെറ്റുമ്പോൾ അതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ജീനിന് എന്തെങ്കിലും ഒരു ഘടന വ്യത്യാസം വരിക, അതായത് അതിന്റെ ശരിക്കുള്ള ഫംഗ്ഷൻ അതിന്റെ നിർവഹിക്കാൻ പറ്റാതിരിക്കുക. അങ്ങനെയുള്ള ആ മ്യൂട്ടേഷൻ സ്ഥിതിയിൽ ഈ സെല്ല് തെറ്റായ സിഗ്നലുകൾ കൊടുക്കുകയും ഞാൻ ഈ പറഞ്ഞ പോലെ സെല്ലിന്റെ അമിതമായ വളർച്ച, എണ്ണത്തിലുള്ള അമിതമായ വളർച്ച സംഭവിക്കുകയും ചെയ്യും. ഈ അബ്നോർമൽ സെൽ ഗ്രോത്ത് എന്ത് ചെയ്യും? വേണ്ടത്ര ബ്ലഡ് സപ്ലൈ കിട്ടാതിരിക്കുക. ആദ്യം ബ്ലഡ് സപ്ലൈ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും, പക്ഷെ അത് കിട്ടാതിരിക്കുന്ന സമയത്ത് ഒന്നുകിലേ ഈ ബ്ലഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് വിട്ടുപോവുക, അല്ലെങ്കിൽ രണ്ടാമത് അൾസർ ആകാനും ഉള്ള സാധ്യതയുണ്ട്. ഇതാണ് രണ്ട് കാരണം. ഇനി ഇതെങ്ങനെയൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യുക? നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായ ക്യാൻസർ എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ്? ഒന്ന്, നമ്മൾ റെഗുലർ ചെക്കപ്പിലൂടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചെക്കിങ്ങിലൂടെ ചെയ്യാം. അതല്ലെങ്കിൽ സ്ക്രീനിങ്, ഈ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സാധാരണ ഒരു വെയിറ്റ് ലോസ് കാര്യങ്ങളിൽ ഒരാൾ റെഗുലർ ചെക്കപ്പ് നടത്തി കഴിയുമ്പോൾ അതിന് കാര്യങ്ങളുണ്ട് എന്ന്, അല്ലെങ്കിൽ സ്കാൻ എടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ വേറെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് സ്കാനിങ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പിന്നെ അതിന്റെ വഴിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിയുമ്പോൾ അറിയാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെർവിക്കൽ ക്യാൻസറിനുള്ള സ്ക്രീനിങ് പോലെ, അതല്ലെങ്കിൽ വേറെയുള്ള ജനറ്റിക് സ്ക്രീനിങ് പോലെ മറ്റുള്ള ക്യാൻസറുകൾ ഉണ്ടോ എന്ന് അറിയാനുള്ള പല സ്ക്രീനിങ്ങുകളും അവൈലബിൾ ആണ്. ഈ സ്ക്രീനിങ്ങുകൾ ചെയ്യുന്ന സമയത്ത് റെഗുലർ ആയിട്ട് ഞാൻ മാമോഗ്രാഫി ചെയ്യുക അല്ലെങ്കിൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ മുഴകളുണ്ട്, അത് കണ്ടുപിടിച്ചതിന് മാമോഗ്രാഫി ചെയ്തു, അതിന് ബയോപ്സി എടുത്തു, അങ്ങനെ പോകുമ്പോൾ, അതായത് ഇത് റെഗുലർ സ്ക്രീനിങ് എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെയും ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണഗതിയിൽ നമുക്ക് വേണ്ടി വരുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സാധാരണ ബ്ലഡ് ടെസ്റ്റ്, നമ്മൾ പറഞ്ഞ പോലെ ബ്ലഡിന്റെ മറ്റ് ക്യാൻസറുകളൊക്കെ ആണെങ്കിൽ ബ്ലഡിലെ സെല്ലിന്റെ എണ്ണത്തിൽ ഉള്ള ഏറ്റക്കുറച്ചിലുകൾ വഴി നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ ജനറ്റിക് ടെസ്റ്റുകൾ, നമ്മുടെ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, അങ്ങനെ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകളല്ല. ജനറ്റിക് ടെസ്റ്റുകൾ വഴി നമ്മൾ മ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ബോണിന്റെയോ മറ്റുള്ള ക്യാൻസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും ഒരു റെഗുലർ എക്സ്റേ മാത്രം മതി. റെഗുലർ എക്സ്റേയിലൂടെയും നമുക്കിതുണ്ട്. പിന്നെ അതിന്റെ ബാക്കിയുള്ള ടെസ്റ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. വയറിലൊക്കെ ആണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യേണ്ടി വരും, CT, MRI, ഇങ്ങനെ ഓരോരോ ടെസ്റ്റുകൾ ഓരോന്നിനനുസരിച്ച്, ഓരോ ഭാഗത്തെയും ക്യാൻസറുകളും മറ്റുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് ഈ ഓരോ ഇൻവെസ്റ്റിഗേഷൻ വഴി നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അടുത്തത്? ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊക്കെ ബാക്കി ചെയ്തോളും. ഇനി ഇത് ഇന്നൊരാൾക്ക് ക്യാൻസർ ഉണ്ട്, ഇന്ന ക്യാൻസർ ആണ് എന്നിപ്പോൾ നമ്മൾ എത്തി അതിൽ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യാറ്? ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെടാറ്. ബാക്കിയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തെന്ന് വരും. ഇനിയിപ്പം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 4 തരം ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള 4 തരം ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് സർജിക്കൽ എക്സിഷൻ, അതായത് നമ്മൾ എവിടെയാണോ ഈ മുഴയുള്ളത് ആ മുഴ സർജറി ചെയ്ത് എടുത്തു മാറ്റാം. അത് ഞാൻ പറഞ്ഞ പോലെ ഈ പകരാത്ത ക്യാൻസർ ആണെങ്കിൽ അത് സർജറി ചെയ്ത് എടുത്ത് കളയുന്നതോടെ അതിന്റെ പ്രശ്നം തീർന്നു, അല്ലെങ്കിൽ ഈ കരിച്ചു കളയുന്നതോടെ അതിന്റെ പ്രശ്നം തീർന്നു. അതല്ലാത്ത ഇങ്ങനെ പകരുന്ന ക്യാൻസർ ആണെങ്കിൽ നമുക്കൊരു ഭാഗത്തുനിന്ന് അത് പറയും എടുത്തു കളയാൻ പറ്റാത്തത്ര വ്യാപിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ എടുത്തു കളഞ്ഞാൽ തന്നെ ബാക്കിയുള്ളതിന്റെ കാരണം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കീമോതെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ ആവശ്യമായിട്ട് വരും. കീമോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ സെല്ലുകളെ, വളർന്നു വരുന്ന അധികമായിട്ടുള്ള സെല്ലുകളെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് അതിന്റെ കൺട്രോളിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഉപയോഗിച്ചിട്ട്, അതായത്
മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെല്ലുകളെ കൊന്നുകളയുക, അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ നിയന്ത്രിക്കുക, ഈ സെല്ലിന്റെ വളർച്ചയെ നിയന്ത്രിക്കുക. ഇതിനെയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. വേറൊരെണ്ണാണ് റേഡിയോ തെറാപ്പി. റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത്, റേഡിയോ ചെയ്തൊന്നും കേട്ടില്ല, റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈ വളർച്ചയുള്ള സെല്ലുകളെ നമ്മൾ കരിച്ചു കളയുന്നത് റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട് ഇതിനെ കരിച്ചു കളയുന്നത്. ഇതാണ് 3 തരം നമ്മുടെ ചികിത്സകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വേറൊന്നാണ് പാലിയേറ്റീവ് തെറാപ്പി. പാലിയേറ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ക്യാൻസർ വന്നു കഴിഞ്ഞ ഒരാളെ മരുന്ന് കൊടുക്കുന്നതും, ഇതൊക്കെ ആദ്യമായിട്ട് വന്ന് നമ്മൾക്ക് കുറച്ചൊരു വയസ്സായ ഒരാളാന്ന് വെക്കാം, അയാൾക്ക് മരുന്ന് കൊടുക്കുന്നതും ഈ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഇനി എല്ലാവരും പറയാം അയാൾ ക്യാൻസർ വന്നിട്ടുണ്ട്, സംഭവമായി, ഇനിയിപ്പോൾ എല്ലാവരും കാണേണ്ടവരൊക്കെ കണ്ടോളൂ. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ അവരുടെ ഇനിയും ഒരു പക്ഷെ ആ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് എല്ലാ മാറ്റുന്നതിന്റെ കൂടെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു, എല്ലാ ക്യാൻസറുകളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതല്ല. ഒരുപാട് ക്യാൻസറുകൾ നമ്മുടെ ഏർലി സ്റ്റേജിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിയുകയും വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ക്യാൻസർ വന്ന എല്ലാവരെയും അവരെ രോഗികളായി അങ്ങോട്ട് മുദ്ര കുത്തി അതിന്നിട്ട് അവരെ സൈക്കോളജിക്കൽ ഒരു സപ്പോർട്ട് കൊടുക്കാണ്ട്, മാനസികമായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം ക്യാൻസർ രോഗിയായി ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റാണ്ട് പരമാവധി അവരോട് പറയാതെ, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ മാത്രമേ അവരോട് ഇത് പറയേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അത് കൊണ്ടുപോവുക, സൈക്കോളജിക്കലി പരമാവധി അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഇതിനെയാണ് പാലിയേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഉള്ള കാല ജീവിതം നമുക്ക് ആ ക്യാൻസർ മാറിയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടായിട്ട് തന്നെ ജീവിക്കുന്ന കാലം, അത് ക്വാളിറ്റി ലൈഫ് നയിക്കാനുള്ള ഒരു സഹായം, ക്വാളിറ്റി ലൈഫ് ഉള്ള ജീവിതം നല്ല രൂപത്തിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു സഹായം, അതിനെയാണ് പാലിയേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. അതായത് മാറി വന്ന ആളുകൾ, ഇപ്പോൾ ഉദാഹരണം മാറി വന്നു എന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ജോലിക്കൊന്നും പറ്റില്ല, അത് ക്യാൻസർ ഉണ്ടായി മാറിയ ആളാണ്, അങ്ങനെയൊന്നും ആകാതെ, അത് ഇപ്പോൾ ഒരു ക്യാൻസറിന്റെ കാര്യം ഞാൻ ക്യാൻസർ പറഞ്ഞുകൊണ്ടാണ് ക്യാൻസർ എന്ന് പറയുന്നത്, അത് ഏത് ഒരു അസുഖത്തിലാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുത്തിട്ട് അവർക്ക് വേണ്ട, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള, ഇപ്പോൾ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ ആളാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ജോലികളും അദ്ദേഹത്തെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും ഉള്ള സംഭവങ്ങൾ കൊണ്ടുവരാം. ഇതിനാണ് പാലിയേറ്റീവ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ പാലിയേറ്റീവ് തെറാപ്പി നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുദ്ര കുത്തി അങ്ങോട്ട് സൈഡിലേക്ക് ആക്കുന്നതിന് പകരം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി പറഞ്ഞ പോലെ വേറൊന്ന് ഞാനൊരു വാക്ക്, TNM സ്റ്റേജിങ്. നമ്മൾ പലപ്പോഴും സ്റ്റേജ് എന്ന് ക്യാൻസറിൽ പറയുന്ന, ക്യാൻസറിൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പലപ്പോഴും സ്റ്റേജ് 4 സ്റ്റേജ് 3. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാൻസറിന്റെ വളർച്ച എത്രയുണ്ട്, അത് ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ സ്റ്റേജ് നമ്മൾ നിർണ്ണയിക്കും. ഈ കാര്യങ്ങളെ നിർണ്ണയിച്ചിട്ട് സ്റ്റേജ് നിർണ്ണയിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേജിങ് എന്ന് പറയുന്നത്. എത്രത്തോളം എത്തിയിട്ടുണ്ട്, ഇതെത്ര വലുതായി, എവിടെയാണുള്ളത്, അതേപോലെ എത്ര വ്യാപിച്ചിട്ടുണ്ട്, ഇതാണ് സ്റ്റേജിങ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പം ഈ സംഭവം സ്റ്റേജിനെയും ഇപ്പം എത്രത്തോളം മാറ്റാൻ പറ്റുന്നുള്ളത്, ഞാൻ പറഞ്ഞ പോലെ പല ക്യാൻസറുകളും നേരത്തെ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ഇതേപോലെ സർജറിയിലൂടെയോ അല്ലെങ്കിൽ കുറഞ്ഞ കീമോകളിലൂടെയോ മാറ്റിയെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മൾ എത്ര നേരത്തെ അതിനെ ഡയഗ്നോസ് ചെയ്യുന്നു എന്നതിനെയും, എത്ര നേരത്തെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എങ്ങനെ എടുക്കുന്നു എന്നതിനെയും, അതേപോലെ അതിന്റെ സ്റ്റേജ് എവിടം വരെ എത്തിയിട്ടുണ്ട് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ ഈ പറഞ്ഞ പ്രോഗ്നോസിസ്, നമ്മൾ എത്രത്തോളം അത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇത്ര ഞാനെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മെയിനായിട്ട് ഒരു ജസ്റ്റ് ക്യാൻസർ എന്താണ് എന്നതിനെ കുറിച്ചൊരു ഐഡിയ. ഇനി ബാക്കിയുള്ള ഓരോരുത്തരുടെ സംശയങ്ങൾക്കനുസരിച്ച് ഞാൻ അതിന് മറുപടി പറയുന്നതായിരിക്കും. അപ്പം എന്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇപ്പോൾ പല ക്യാൻസറിന്റെയും എന്തുണ്ട്, സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ വേണ്ട രൂപത്തിൽ ഡോക്ടർ പറയുന്ന സമയത്ത് അത് ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി പാപ്സ്മിയർ, ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യങ്ങൾ, അതൊക്കെ പ്രത്യേകിച്ച് വല്ല ശരീരത്തിൽ വല്ല മുഴകളോ കാര്യങ്ങളോ മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ സൈക്കോളജിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പെട്ടെന്ന് വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ. ഇനി ട്രീറ്റ്മെന്റ് എടുക്കാൻ തീരുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഒന്ന്, നമ്മളെ ഇപ്പം ഏത് ട്രീറ്റ്മെന്റ്, എല്ലാ ക്യാൻസറുള്ള ആളുകൾക്കും
എന്ത് പറ്റില്ല. നമ്മളിപ്പോ ഡോക്ടർ പറയും ആസ് എ ഡോക്ടർ, ഇപ്പൊ എന്നോടിപ്പോ പലരും ചോദിക്കുന്ന സമയത്ത് ഇന്ന അസുഖങ്ങൾ നമ്മൾ അറിയുന്ന ആളുകൾ, അല്ലാണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്തെ കാര്യമല്ല പറയുന്നത്, നമ്മൾ അറിയുന്ന ആളുകൾ ഇന്ന ആൾക്ക് ഇന്ന ക്യാൻസർ ഉണ്ട്, അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലാണോ ചോദിക്കുന്നത്, അതല്ല നമ്മൾ കൂട്ടുകാരെന്നുള്ള രീതിയിലാണോ. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ട്രീറ്റ്മെന്റ് നിർണ്ണയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കീമോതെറാപ്പിയും റേഡിയോ തെറാപ്പിയും എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ അത് നമ്മുടെ സെല്ലിന്റെ കൺട്രോളിന്, ഈ അമിതമായ വളർച്ചയെ നിയന്ത്രിക്കുന്നതോട് കൂടെ തന്നെ അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നുകളാണ് ഇതെല്ലാം. ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നുകളാണ്. അപ്പം ഈ മരുന്ന് ഒരു 85 വയസ്സുള്ള ഒരാൾക്ക് ഓൾറെഡി അസുഖങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന് പ്രഷറും ഷുഗറും കാര്യം ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യം കുറച്ച് കുറഞ്ഞ ആളാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ക്യാൻസർ വന്നു, എന്തെങ്കിലും ഒരു കഴുത്തിലോ അല്ലെങ്കിൽ ഒരു എല്ലിലോ എന്തെങ്കിലും, അത് എന്നിട്ട് സർജറി ചെയ്ത് അതിന് കീമോതെറാപ്പി കൊടുത്ത് അയാൾ ഉള്ള മുടിയും പോയി, എന്നിട്ട് അങ്ങനെ റേഡിയോ തെറാപ്പി ചെയ്ത് ഉള്ള മുടിയും കൊഴിഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഈ ആർക്കാണിത് വേണ്ടത്, ഈ അസുഖം നമ്മൾ എത്രത്തോളം ഉപകാരപ്പെടും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം എന്ത് നമ്മൾ ഇതിന് പോകണോ പോകണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം. അതിനോട് കൂടെ തന്നെ ഒരു ചെറുപ്പക്കാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയാനും പാടില്ല. ഈ നമ്മൾ എത്രത്തോളം ട്രീറ്റ് ചെയ്യുന്നത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ക്യാൻസറും മാറ്റാൻ പറ്റാത്ത ക്യാൻസറുകളല്ല. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരിലൊക്കെയാണ് വരുന്നത്. ചില മാറ്റാവുന്ന ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും കാര്യങ്ങളും വേണം. അപ്പൊ ഇനിയിപ്പോൾ എന്തായാലും ഇവന് ട്രീറ്റ്മെന്റ് കൊടുത്താലും ഇത് രക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നുള്ളൊരു കഴിവിലേക്ക് ചിന്തിക്കാനും പാടില്ല. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എത്രത്തോളം നമ്മൾ ഇതിന് ഉപകാരം ഉണ്ടാകും, നമ്മൾ ചെയ്യുന്നതിന്റെ ഗുണം എത്ര ഉണ്ട്, അതുകൊണ്ടുള്ള ദോഷം എത്ര ഉണ്ട്, അപ്പൊ അത് കമ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുകയും എടുക്കാതിരിക്കുകയും വേണ്ടത്. വയസ്സായ ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും നോക്കിയിട്ട് ഡോക്ടറെ രക്ഷിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ കാര്യം ഇപ്പൊ ഡോക്ടർ പറയുകയാണത് സ്റ്റേജിന് അത് കഴിഞ്ഞു പോയി, ഇനി ഇതിന് പാലിയേറ്റീവ് കെയറേ ഉള്ളൂ, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, ഭക്ഷണങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ ശ്രമിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തിൽ പോവുക. നമ്മളും അതെന്ത് ചെയ്യണം, ഓരോരുത്തർ അതിന്റെ ആ സ്റ്റേജും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ട്രീറ്റ്മെന്റ്. കീമോതെറാപ്പി വേണോ റേഡിയോ തെറാപ്പി ഇനി എടുത്തിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. 95 വയസ്സായ ആൾക്ക് റേഡിയോ തെറാപ്പി എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും കിട്ടൂല. എടുത്തില്ലെങ്കിലും അയാൾ ജീവിക്കുന്നത് 5 കൊല്ലമായിരിക്കും. അപ്പം ആ കാര്യങ്ങളും ഈ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഞാൻ പറഞ്ഞതിൽ ജസ്റ്റ് ഒരു എന്താണ് ക്യാൻസർ എന്നുള്ളത് മാത്രമേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വന്നിട്ട് ചോദിക്കാം. അതിനോട് കൂടെ ആ സംശയത്തിന്റെ കൂടെ ഓരോന്നോരോന്ന് പറയുന്നതായിരിക്കും. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ഡോക്ടർക്ക് നന്ദി പറയുന്ന, ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ചോദ്യം, ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാൽ ഈ ക്യാൻസറാണ് രോഗമെന്ന് പറഞ്ഞാൽ പല ഡോക്ടർമാരും പറയും ഇതിപ്പം ഇനി അങ്ങനെ ചികിത്സിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുക, അല്ലാതെ പരിപൂർണമായിട്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല. ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ രോഗികളുടെ അടുത്ത് നിൽക്കുന്നവരെ സമാധാനിക്കാൻ വേണ്ടിയിട്ട് ചികിത്സ നീട്ടിക്കൊണ്ട് ചികിത്സ പറഞ്ഞ് അവർ ധരിപ്പിക്കുക എന്നല്ലാതെ പരിപൂർണമായിട്ട് ക്യാൻസർ മാറൂല എന്നൊരു പറച്ചിൽ കേൾക്കാറുണ്ട്. അതിലെത്രത്തോളം ശരിയുണ്ട് എന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്താ, നമ്മുടെ ക്യാൻസറിന്റെ സ്റ്റേജുകൾ എവിടെ എത്തി, ഞാൻ പറഞ്ഞ പോലെ ആ ക്യാൻസർ ഉണ്ടായ സ്ഥലത്തോളം വ്യാപിച്ചിട്ടുണ്ട്, അത് അതിന്റെ ദൂരേക്ക് എത്ര വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ സ്റ്റേജിങ് എന്ന് പറയുന്നത്. ഈ ക്യാൻസറിന്റെ സ്റ്റേജിങ് അനുസരിച്ചാണ് നമുക്കത് മാറ്റാൻ പറ്റുമോ അല്ലെ. ചില ക്യാൻസറുകൾ ഞാൻ പറഞ്ഞു പകരാത്ത ക്യാൻസറുകളാണെങ്കിൽ അത് അവിടുന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സംഭവം തീർന്നു. അല്ലെങ്കിൽ ചില ക്യാൻസർ അവിടുന്ന് എടുത്ത് നമ്മൾ കീമോതെറാപ്പി റേഡിയോ തെറാപ്പി എടുത്തു കഴിഞ്ഞാലും മാറ്റാവുന്നതുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്ന സമയത്ത് നമ്മളിത് ചിന്തിക്കണം, ഇത് എവിടെയാണ്, ഡോക്ടറോട് ശരിക്കും കൺസൾട്ട് ചെയ്ത് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെയുണ്ട്, ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഗുണം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 95 വയസ്സായ ആൾക്ക് കീമോതെറാപ്പി കൊടുക്കുന്നതുകൊണ്ട് കാര്യമായിട്ട് അർത്ഥമൊന്നുമില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെയും എടുത്ത് മാറ്റാവുന്ന ചില ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റുകയും വേണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഈ 95 വയസ്സായ ആളുടെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ക്യാൻസർ സർജറി ചെയ്ത് എടുത്ത് കളയാവുന്നതാണ്. അദ്ദേഹത്തിന് 5 കൊല്ലം ജീവിക്കാനുണ്ടെങ്കിൽ 5 കൊല്ലം ഒരു ക്വാളിറ്റി ലൈഫിന് വേണ്ടത് അത് സഹായിക്കുമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യം അവിടെ ചെയ്യുകയും വേണം. മനസ്സിലായില്ലേ? അതല്ലാണ്ട് എല്ലാ ക്യാൻസറും മാറൂല എന്നോ
ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നോ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് ഈ സ്റ്റേജും അതിനുവേണ്ട ട്രീറ്റ്മെന്റുകളും ആ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡോക്ടറോട് നന്നായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. അല്ലാണ്ട് രോഗികളുടെ കൂടെയുള്ളവർക്ക് ഒരു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ട്രീറ്റ്മെന്റ് നീട്ടിക്കൊണ്ടുപോകുന്നത്. ചിലത് ഇപ്പം ഇനി ഡോക്ടർ പറയും ഇങ്ങനെ ആയി കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാവും, ഇന്നത്ര എടുത്തു കഴിഞ്ഞാൽ മാറ്റാന്ന് പറയും, 6 മാസം കൊണ്ട് കീമോതെറാപ്പി കൊണ്ട് മാറ്റാന്ന് പറയും. പക്ഷെ അതുകൊണ്ട് മാറുന്നില്ല. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളായിരിക്കില്ല. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതും ഇതിന് വേണ്ടതിന്നതുണ്ട് എന്നുള്ളത് അറിയുന്നത് നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് അള്ളാഹു അത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാറ്റും. സാധാരണ നമ്മൾ പഠിച്ചത് ചെയ്യാം, അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം പറയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ എനിക്ക് രണ്ടാമതിനെ ചോദിക്കാനുള്ളത്, ക്യാൻസർ ബാധിച്ചാൽ കാലിനോ കൈക്കോ ബാധിച്ചാൽ മുറിച്ചു മാറ്റാറുണ്ട്. അപ്പൊ മുറിച്ചു മാറ്റിയാല് മുറിച്ചു മാറ്റാതിരുന്നാൽ മൊത്തം ബാധിക്കുന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അത് മുറിച്ചു മാറ്റുന്നത്. അപ്പോ അവിടെ വെച്ച് പിന്നെ അത് ബാധിക്കോ എന്നുള്ളതാണ് പിന്നെ എന്റെ ഒരു സംശയം. മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ അവിടെ വെച്ച് അതിനോടുള്ള ശല്യം അല്ലെങ്കിൽ അത് പകരൽ അവിടെ വെച്ച് നിൽക്കുമോ, പിന്നെ രണ്ടാമത് വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. കാലിന് കയ്യിന് എന്നുള്ള ഒരു ക്യാൻസർ ഇല്ല. അത് തൊലിയിലാണോ ക്യാൻസർ, അതല്ല ബോണിലാണോ ക്യാൻസർ, അല്ല മസിലിൽ നിന്നാണോ ക്യാൻസർ വരുന്നത്, അതിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സാർ ഉദ്ദേശിച്ചത് കാലിൽ നമ്മൾ മുറിച്ചു മാറ്റാന്ന് പറഞ്ഞത് മുറിവ് വന്നിട്ട് അല്ലെങ്കിൽ അത് രക്ത ഓട്ടം നിന്ന് പോയിട്ട് മുറിച്ചു മാറ്റുന്നതാണോ, അത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആയതാണോ എന്ന് എനിക്കറിയില്ല. അതെ, അങ്ങനെയാണ്. അത് വേറെയാണ് സംഭവം. അത് ക്യാൻസറിന്റെ അല്ല. അത് രക്തയോട്ടം നമ്മൾ പറഞ്ഞ പോലെ വല്ല നമ്മൾ കൊളസ്ട്രോളോ മറ്റോ കൂടുതലുണ്ടായിട്ട് ആളുകൾ രക്തക്കുഴൽ അടഞ്ഞിട്ട് കാലിലേക്ക് രക്തോട്ടം കുറഞ്ഞിട്ട് ആ ഭാഗം ചത്തുപോയി കഴിഞ്ഞാൽ, കാലിന്റെ ഇപ്പൊ വിരല് മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ കാലിന്റെ ഞെരിയാണി വരെ മുറിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്നത്, അതേവരെ അത്രയും വരെയുള്ള കാലിന്റെ രക്തോട്ടം നിന്ന് കഴിഞ്ഞിട്ട് അത് മുറിച്ചു മാറ്റുന്നതിനെ ആയിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് എന്തില്ല, അത് പകരുന്നതല്ല. നേരെ മറിച്ച് അത് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ, പലപ്പോഴും അങ്ങനെയുള്ള ഒരു ചത്തുപോയ ഭാഗം അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാനും ഇതിങ്ങനെ മേലേക്ക് ഈ പ്രശ്നങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് മുറിച്ചു മാറ്റണമെന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മൾ ഈ ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു മാറ്റുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ തൊലിയിൽ ഒരു ക്യാൻസർ വന്നു, ഈ തൊലിയിലെ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ആ തൊലിയും അതുള്ള ഭാഗം അതിന്റെ അടുത്തുള്ള ഏരിയയും കൂടെ നമ്മൾ സർജറി ചെയ്ത് എടുത്ത് മാറ്റി അവിടെ പിടിപ്പിച്ച് കൂടുതൽ ഭാഗം ഉണ്ടെങ്കിൽ അത് വേണ്ടത് അങ്ങോട്ട് വെച്ചിട്ട് തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് അത് പകർന്നു വരുന്ന ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും. നേരെ മറിച്ച് അത് ഓൾറെഡി ബ്ലഡിലേക്ക് എത്തിയിട്ടുണ്ട്, വേറെ ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് മാത്രം അത് അസുഖം മാറുന്നില്ല. അപ്പൊ അതിന് കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ നമ്മൾ എടുക്കേണ്ടി വരും. ഡിപ്പെൻസ് ഓൺ ക്യാൻസർ ഏതാണെന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് നോക്കിയിട്ട്. ചിലതിന് റേഡിയോതെറാപ്പി വേണ്ടി വരും, ചിലതിന് കീമോ വേണ്ടി വരും, ചിലതിന് രണ്ടും കൂടെ വേണ്ടി വരും. അത് നമ്മൾ ഏതാണ് ക്യാൻസർ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. എന്താണെങ്കിലും ഈ എടുത്തു മാറ്റുക എന്നുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ അമിതമായ വളർച്ച, അവിടെ നമ്മളെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ വളർച്ചയുള്ള ഒരു ഭാഗം അവിടെ ഉണ്ടായി കഴിയുമ്പോൾ അത് എടുത്തു മാറ്റുക എന്നുള്ളതാണ് അതിന്റെ സർജറിയാണ്. നമ്മളിപ്പോൾ കോളനി ക്യാൻസർ ആണെങ്കിലും നമ്മൾ ക്യാൻസർ വന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള 2 കുടലിന്റെ ഭാഗം കൂടെ കൂട്ടിച്ചേർക്കുക. അതേപോലെ തലച്ചോറിലാണെങ്കിൽ ക്യാൻസർ എടുത്തു കളയുക. അങ്ങനെ പലതും ക്യാൻസർ എടുത്തു കളയുക എന്നുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് വ്യാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വ്യാപനം തടയാൻ പറ്റും. അതല്ല ഓൾറെഡി അത് വ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, കീമോതെറാപ്പി റേഡിയോതെറാപ്പി മറ്റു ഭാഗങ്ങളിലേക്ക് വേണ്ടിയിട്ട് അത് എടുക്കേണ്ടിയും വരും എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരു ചോദ്യം കൂടി ബാങ്ക് കൊടുക്കാൻ പോകാനായി. പിന്നെ ചോദ്യം, ഈ ക്യാൻസർ പാരമ്പര്യമായിട്ട് പകരുമോ, ഉപ്പാക്കുണ്ടെങ്കിൽ മക്കളിലേക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അങ്ങനെ പകരുന്ന രോഗമാണോ ഇത്? ഇന്നും കൂടി ഒരു സംശയം. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാരമ്പര്യമായിട്ട് ക്യാൻസർ പകരുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ക്യാൻസറിന് ഞാൻ പറഞ്ഞു മൂല കാരണം നമ്മുടെ ജനറ്റിക്കിലുള്ള DNA മറ്റും വരുന്ന മ്യൂട്ടേഷൻ എന്ന് പറയുന്ന മാറ്റമാണ്. അപ്പൊ ഈ മ്യൂട്ടേഷൻ നമ്മുടെ ഈ ജനറ്റിക് നമ്മുടെ കുട്ടികളിലേക്ക് വരുന്നത് കൊണ്ട് നമ്മുടെ ജീന് നമ്മുടെ കുട്ടികളിലേക്ക് വരുന്നതോട് കൂടെ തന്നെ ഇങ്ങനെ ഈ മ്യൂട്ടേഷൻ നടന്ന ജീനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് പകരാൻ സാധ്യതയുണ്ട്. അതല്ലാണ്ട് തലച്ചോറിൽ ക്യാൻസർ ഉണ്ടായ ഒരാള്
കുട്ടിക്ക് തലച്ചോറിൽ ക്യാൻസർ ഉണ്ടാവണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ഈ പറഞ്ഞ മ്യൂട്ടേഷൻ കൊണ്ടാണ്. ഈ മ്യൂട്ടേഷൻ പകരുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം രക്തത്തിലൂടെ പകരുന്നതെന്ന് പറയുന്നത് രക്തം കൊടുത്തുകൊണ്ടല്ല അത് പകരുന്ന സത്യത്തിൽ. അങ്ങനെയും വരാനുള്ള സാധ്യത ഇപ്പൊ നമ്മൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ചാൻസ് ആണ്. ഇപ്പൊ രക്തം കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോ പ്രസവിക്കുമ്പോൾ കുട്ടിയുടെ ഉമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് വരാനുള്ള സാധ്യത അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ചാൻസ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ക്യാൻസറിന്റെ സെല്ലുകൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിലൊക്കെയുള്ള വളരെ റെയർ ചാൻസേ അങ്ങനെ വരാനുള്ളതുള്ളൂ. അല്ലാണ്ട് കുട്ടികളിലേക്ക് പകരുന്നത് മെയിനായിട്ട് ജീന് നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ അതിലുള്ള പ്രശ്നം പകർന്നിട്ട് അത് കുട്ടിയിൽ ക്യാൻസർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. അല്ലെങ്കിൽ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കെമിക്കൽ എക്സ്പോഷർ, റേഡിയേഷൻ എക്സ്പോഷർ എന്നൊക്കെ പറയുന്ന സംഭവം അതൊക്കെ ശരിക്കും ഒരാളുടെ മാത്രമായിരിക്കില്ല ശരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു കെമിക്കൽ എക്സ്പോഷർ ഇപ്പൊ നമ്മളെ ഉമ്മയും എക്സ്പോസ്ഡ് ആയിരിക്കും, കുട്ടിയും എക്സ്പോസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഇത് ഉണ്ടായിട്ട് ഓൾറെഡി രണ്ടാമത്തെ ഒരു ജനറേഷനിലേക്ക് അത് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറേഷൻ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പോലും ഈ കുട്ടിക്ക് ഉണ്ടായ ഇതേപോലെ ജീനിലുണ്ടായ മാറ്റങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് വരികയും അത് ഈ കുട്ടികളുടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് ഈ ഹെറിഡിറ്ററി പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഒരു ക്യാൻസർ നേരെ ആ ക്യാൻസർ തന്നെ ഇങ്ങോട്ട് വരിക എന്നുള്ള പറയുന്നതിൽ അർത്ഥമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ സാർ, ഈ പൈൽസ് സംബന്ധമായ രോഗത്തിൽ ചില ഫിസ്റ്റോള, പൈൽസ്, പിന്നെ ഫിസ്റ്ററിസ് ഇതുണ്ട് ഒരാൾ കുറെ ദീർഘകാലം ഉണ്ടെങ്കിൽ അയാൾക്കത് ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ടോ? ഒന്ന്. രണ്ടാമത് ഇതിൽ ഇതായാലും ബന്ധമുള്ളതല്ല എങ്കിലും ഒന്ന് ചോദിക്കാനോ, ഈ ബാലൻസിനെ പറ്റിയിട്ട്, ബാലൻസിന് ഈ എന്തെങ്കിലും ഒരു മരുന്ന് ഇവിടെ ഉണ്ട്? ഞാൻ കുറെ വർഷമായി ബുദ്ധിമുട്ടുള്ള ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് പോകാൻ പോലെ പറ്റാത്ത റൂമിലുമാക്കി. ഇപ്പോഴും അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പൈൽസ് ഫിസ്റ്റുല വന്നത് കൊണ്ട് മാത്രം ക്യാൻസർ ആവണം, അത് ക്യാൻസറായി മാറുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തും കോൺസ്റ്റന്റ് ആയിട്ട് ഇറിറ്റേഷൻ വരുന്ന ഒരു ഭാഗം, അതായത് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, വയറിൽ അൾസർ ഉള്ള ഒരാള്, അൾസർ എന്ന് പറഞ്ഞാൽ മുറിവ്, വയറിൽ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മുറിവ്, നമ്മൾ പുറത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന അതേപോലെ തന്നെ വയറിന്റെ ഉള്ളിലുണ്ടാകുന്ന മുറിവിനെയാണ് വൈറൽ അൾസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ അൾസറിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ ആയിട്ട് അത് എന്ത് ചെയ്യാറുണ്ട്, വളരെ കുറെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ക്രോണിക് അൾസർ എന്താവും, ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ ഫിസ്റ്റുല എന്നൊക്കെ പറയുന്ന സംഭവം അങ്ങനെ നിന്ന് കഴിഞ്ഞ് ഇറിറ്റേഷൻ കൊണ്ട് വരിക എന്നുള്ളതല്ലാണ്ട് ഫിഷറോ ഫിസ്റ്റുലയോ ക്യാൻസറിലേക്ക് പോകുന്ന ഒരെണ്ണം ഇല്ല. പിന്നെ രണ്ടാമത് ഒരെണ്ണം ചോദിച്ചത് ബാലൻസിനെ കുറിച്ചായിരുന്നു. ബാലൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ എന്ന് അറിയില്ല. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഉള്ളില്, നമ്മുടെ ബാലന്റെ ചെവിയുടെ ഉള്ളില് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് കല്ലിട്ട് വെച്ചിട്ടുണ്ട്. ഈ സാധനം, ഈ പാത്രത്തിൽ ഈ കല്ല് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ എണീറ്റ് നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ സംഭവം കോക്ലിയയും സെമി സർക്കുലർ കനാൽസും എന്നവർക്കറിയാം. അപ്പം ഈ കല്ല് എങ്ങനെ ഉണ്ട്, ബാലൻസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച്, അതല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ഇത് തെറ്റുന്ന ആളുകൾക്ക് എന്താവും, എപ്പോഴും തലകറക്കം വരിക, പെട്ടെന്ന് ഇരിക്കുന്നിടന്ന് എഴുന്നേറ്റ് തലകറക്കം വരിക, അല്ലെങ്കിൽ ഛർദി വരിക, ഒരു കുറഞ്ഞ ദൂരം പോകുമ്പോഴേക്ക് ഇതിൽ വണ്ടിയിലൊക്കെ പോകുമ്പോഴേക്ക് പെട്ടെന്ന് തലകറക്കുക, ഛർദിക്കുക. ഇതിനെയാണ് ഇദ്ദേഹം ബാലൻസിന്റെ പ്രശ്നം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് അത് വരുന്നത് എന്നുള്ളത് മുഴുവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതല്ല, ചെറുതൊക്കെയാണ്, ചെറിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ വെലസ്ട്രുജിറോൺ അല്ലെങ്കിൽ വെർട്ടിൻ, ബീറ്റാ ഹിസ്റ്റിൻ, വെർട്ടിൻ എന്നൊക്കെ പറഞ്ഞ ഗുളിക കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ. കുറച്ചു കാലം സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇടയ്ക്കുണ്ടാവുന്ന ആളാണെങ്കിൽ ഉള്ള സമയത്ത് മാത്രം കഴിച്ചാലും മതി. അങ്ങനെ ആണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് കഴിക്കുന്നുണ്ട്, അത് തന്നെ അതിന് ട്രീറ്റ്മെന്റ് ഉള്ളൂ. ഇനി അതല്ല, ഒരുപാട് കാലമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ENT സർജനെ കാണിച്ചിട്ട് അതിന് ബാക്കിയുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളതും കൂടെ ചെവിയുടെ മുഴുവനായ ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ അത് അറിയാൻ കഴിയും. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണ്ടി വരും. ഇൻഷാ അള്ളാ അടുത്ത ആൾക്ക് ചോദിക്കാം. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. ഈ അൾസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ താല്പര്യമുണ്ട്. അതിനുള്ള എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അൾസർ എന്ന് ഉദ്ദേശിച്ചത് വൈറൽ അൾസറാണെന്ന് മനസ്സിലാക്കുന്നു. വയറിലെ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും വയറുവേദന, നമ്മൾ ഛർദ്ദിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പൊളിച്ചു തേട്ടി വരിക, എരിവ് കഴിക്കുമ്പോഴേക്ക് വയറിൽ ഭയങ്കര എരിച്ചിലും പുകച്ചിലൊക്കെ അനുഭവപ്പെടുക, ഇതൊക്കെയാണ്. അതായത് അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസിഡ് പെപ്റ്റിക് ഡിസീസ്, ഇതിന്റെ അത് കുറച്ചും കൂടെ കൂടിയ സ്റ്റേജ് അൾസർ ആയി കഴിഞ്ഞ സ്റ്റേജ്, അതാണ് വൈറൽ അൾസർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭക്ഷണ രീതി ഒന്ന് കൺട്രോൾ ചെയ്യുക, ഒരുപാട് എണ്ണയുള്ളതും ഒരുപാട് എരിവുള്ളതും ഒരുപാട് ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആസിഡ് സെക്രീഷൻ കുറക്കാനുള്ള നമ്മൾ പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ അല്ലെങ്കിൽ റാൻഡാക്ക് എന്ന് പറഞ്ഞ ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ കഴിച്ചാൽ അത് ഭക്ഷണം കഴിക്കുന്നതിന് 15 മിനിറ്റ് അരമണിക്കൂർ മുമ്പ് ആ ഗുളിക ഓരോന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. ദിവസത്തിൽ ഒരു നേരം കഴിക്കുന്നുണ്ട്, ദിവസത്തിൽ 2 നേരം കഴിക്കുന്ന മരുന്നുകൾ ഓരോ മരുന്നിനനുസരിച്ചിരിക്കും. പിന്നെ ഇതും കഴിഞ്ഞ് നേരത്തെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞത് ഒരുപാട് ക്രോണിക് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാലത്തെ പ്രശ്നങ്ങളാണ്. അൾസറൊക്കെ ഉണ്ട്, നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് അൾസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ എച്ച് പൈലോറി അല്ലെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുണ്ട് എന്ന് കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് ഉള്ള അതിന്റെ ഒരു കോഴ്സ് മരുന്നുണ്ട്, 2 ആന്റിബയോട്ടിക്കും, ഈ ഹെലിക്കോബാക്ടർ പൈലോറിക്ക് എതിരെയുള്ള 2 ആന്റിബയോട്ടിക്കുകളും, അതേപോലെ ഈ പറഞ്ഞ പോലെ പാൻഡോപ്രസോൾ ഏതെങ്കിലും ഒരു ഗുളികയും, ഈ 3ഉം കൂടെ കൂട്ടിയിട്ട് ട്രിപ്പിൾ തെറാപ്പി 3 മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുന്ന 10 മുതൽ 2 ആഴ്ച വരെയുള്ള സമയത്തേക്ക് ഈ മരുന്നുകൾ നമ്മൾ കൊടുക്കും. ഇത് എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഈ ഇൻഫെക്ഷൻ മാറാനും അതുകൊണ്ടാണ് അൾസർ ഉണ്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പോകാനും സാധിക്കും. അതല്ല പ്രശ്നമൊന്നും ഇല്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ, സാധാരണ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ സാധാരണ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഗുളിക കഴിച്ചാൽ തന്നെ അത് മാറ്റാവുന്നതുമായിരിക്കും. ഭക്ഷണ ക്രമങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ താഴെയുള്ള ആള് മൈക്ക് എടുക്കാത്തത് കൊണ്ടാണ് മൈക്ക് എടുത്തത്, സോറി. പിന്നെ എൻ്റെ സംശയം, നമ്മുടെ ശരീരത്ത് ചെറിയ ചെറിയ മുഴകളൊക്കെ കാണാറുണ്ട്, അതൊക്കെ എല്ലാം ട്യൂമറിൽ പെട്ടതാണോ ഈ മുഴകളെല്ലാം? അത് ഇനി അതുപോലെ ഈ ട്യൂമർ, ചെറിയ ചെറിയ ട്യൂമർ മാതിരിയുള്ളത് എപ്പോഴാണ് ഈ ട്യൂമറുകളെ നമ്മൾ ക്യാൻസർ ആണ് എന്ന് വിലയിരുത്താൻ പറ്റുക? അതൊന്നുകൂടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ, ഒന്നുകൂടെ വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതായത് ചെറിയ ചെറിയ മുഴകളെല്ലാം നമ്മൾ ട്യൂമറിൽപ്പെട്ട മുഴകളാണോ, ആ ട്യൂമറുകളിൽപ്പെട്ട മുഴകൾ എപ്പോഴാണ് ക്യാൻസർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നൊന്ന് വിശദീകരിക്കാനായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു പ്രൈവറ്റ് ആയിട്ട് ചോദ്യമുണ്ട്, ഞാനത് PM ചെയ്ത ഡോക്ടർ ഒന്ന് മറുപടി പിന്നെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ട്യൂമർ എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ ശരീരത്തിലെ, മലയാളത്തിലേക്ക് നേരെ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ മുഴ എന്നുള്ള അർത്ഥത്തിലാണ്. ക്യാൻസർ എന്നുദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ട്യൂമറിന്റെ തന്നെ നമ്മൾ വ്യാപിക്കുന്ന, അതായത് പ്രശ്നക്കാരായ മുഴകളെയാണ് നമ്മൾ ക്യാൻസർ. സയന്റിഫിക് ടേമിൽ പറയുകയാണെങ്കിൽ ബിനൈൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയും. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മുഴ മാത്രമേ ഉള്ളൂ, അത് എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറാവുന്ന മുഴകൾ. മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അത് എന്ത് ചെയ്യാണ്ട് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്, അത് എടുത്തു കളഞ്ഞാൽ മാത്രം അതിന്റെ പ്രശ്നം തീരണമെന്നില്ല. അങ്ങനെയുള്ള മുഴകളെയാണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ക്യാൻസർ എന്നുദ്ദേശിക്കുന്നത് ഈ തരം മുഴകളെയാണ്. ഇനി ചോദിച്ചിരുന്നത്, ശരീരത്തിലുള്ള എല്ലാ നമ്മൾ എവിടെയും ഇവിടെയും കാണുന്ന മുഴകളൊക്കെ എല്ലാ മുഴകളെയും നമ്മൾ കാര്യമാക്കേണ്ടതുണ്ടോ, അത് എപ്പോഴാണ് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത്. എല്ലാ മുഴകളും ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞതിൽ തന്നെ മനസ്സിലായി, എല്ലാ മുഴകളും ക്യാൻസറുകളല്ല. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ സാധാരണ കാണുന്ന, നമ്മുടെ ശരീരത്തിന്റെ അടിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ലൈപ്പോമ എന്ന് പറയുന്ന മുഴകൾ കാണാറുണ്ട്. അതൊന്നും, അല്ലെങ്കിൽ നമ്മുടെ സെബേഷ്യസ് സിസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് സെബേഷ്യസ് സിസ്റ്റ് കാണാറുണ്ട്. അപ്പൊ ഇതൊന്നും ക്യാൻസറുകളല്ല.
ഈ സംഭവങ്ങളൊക്കെ ഇത് ട്യൂമർ എന്ന് പറഞ്ഞ ഗണത്തിലും പെടുന്നതല്ല. ട്യൂമർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ശരീരത്തിന്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെല്ല് വളർച്ച കൊണ്ടുണ്ടാകുന്ന, കോശ വളർച്ച കൊണ്ടുണ്ടാകുന്ന അതിനെയാണ് നമ്മൾ ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ മുഴകള് ഈ പറഞ്ഞ സെബേഷ്യസ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ലൈപ്പോമയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ട്യൂമറിന്റെ ഗണത്തിലേ പെടുന്നതല്ല. ഇനി ഇദ്ദേഹം ചോദിച്ച രണ്ടാമത്തെ ഒരു ചോദ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ഇതിനെ എപ്പോഴാണ് നമ്മൾ ക്യാൻസർ ആണോ എന്ന് സംശയിക്കേണ്ടത്? അതിന് ചില വഴികളുണ്ട്. ഒന്ന്, ഈ വരുന്ന മുഴ, ഇപ്പൊ നമ്മൾ കഴുത്തിലൊരു മുഴ വന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് വലുതാവുക, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള വേദനയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഇപ്പോൾ ഒരു തൊലിയുടെ ലൈപ്പോമ ഉണ്ട്, 15 കൊല്ലമായിട്ട് അതേ സൈസ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രശ്നക്കാരനല്ല. നേരെ മറിച്ച് ഇങ്ങനെ ഒരു പെട്ടെന്ന് വളരുന്നതാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വലുതാവുകയും മറ്റുള്ള വേദന അല്ലെങ്കിൽ അതിന്റെ പുറത്ത് അൾസർ വരിക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെ സംശയിക്കണം. 2, തൊലിയിൽ ഇപ്പൊ മുഴ മാത്രമാണെങ്കിൽ തൊലിയിൽ ഒരു കളർ ചേഞ്ച്. ഈ കളർ ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കളർ ചേഞ്ചിൽ പെട്ടെന്ന് ഭയങ്കര ചൊറിച്ചിൽ വരിക, അല്ലെങ്കിൽ വെയിൽ തട്ടുമ്പോൾ അല്ലെങ്കിൽ ആ പെട്ടെന്ന് കളറ് മാറിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് കറുത്ത് പോകുന്ന ചില പാടുകൾ, അല്ലെങ്കിൽ ഈ പാട് തന്നെ ഇങ്ങനെ വ്യാപിച്ചു പോരുന്നുണ്ട്, വലിപ്പം കൂടുന്നുണ്ട്. ആദ്യം ഒരു 3 സെന്റിമീറ്റർ വലുപ്പത്തിലായിരുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു 5 സെന്റിമീറ്റർ ആയി, അത് പെട്ടെന്ന് ഇങ്ങനെ വലുതായി വരുന്നത്, ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ പാടുകൾ പെട്ടെന്ന് വലുതാവുന്നതും അല്ലെങ്കിൽ ചൊറിച്ചിൽ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ക്യാൻസർ ആണോ എന്ന് സംശയിക്കുകയും അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുകയും അത് കണ്ടുപിടിക്കുകയും വേണം. അതല്ലാതെ നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ കാക്കാപ്പുള്ളി എന്ന് പറഞ്ഞ നേവസ്, ഈ കാക്കാപ്പുള്ളി എന്തുണ്ടാവും, മുമ്പേ ഉള്ളതായിരിക്കും, അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 3-4 മാസമായിട്ട് ആ കാക്കാപ്പുള്ളി പെട്ടെന്ന് വലുതാവുന്നുണ്ട്, അല്ലെങ്കിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ഒരുപാട് കാലം ഉള്ളത് കൊണ്ട് നമുക്ക് ഇട്ടുകളയാൻ പറ്റില്ല. ഇപ്പം പണ്ടത് കാക്കാപ്പുള്ളി ആയിരുന്നെങ്കിലും അതെന്തായിട്ടുണ്ട്, ഇപ്പൊ അത് മെലനോമ എന്ന് പറഞ്ഞ ക്യാൻസറായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പുതിയ മാറ്റമായിട്ട് കണക്കാക്കുകയും അതിനെ എന്ത് വേണം, ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കുകയും വേണം. ഇതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, പെട്ടെന്നുള്ള ചേഞ്ചസ് ആണ് നമുക്ക് ഈ ക്യാൻസർ മുഴകൾ അല്ലെങ്കിൽ പാടുകൾ ക്യാൻസർ ആണോ എന്ന് സംശയിക്കേണ്ടതായിട്ട് ചെയ്യുന്നത്. ബാക്കി ഇൻഷാല്ലാ അദ്ദേഹം PM ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ ഞാൻ അതിൽ മറുപടി പറയാം. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറേ, എനിക്ക് ചെറിയ സംശയം, ക്ലാസ് അധികം കേൾക്കാൻ പറ്റിയില്ല, അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ക്ഷമിക്കണം. സാറേ, ഈ എങ്ങനെയാണ് ക്യാൻസർ രക്തം ചെക്ക് ചെയ്താലൊക്കെ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? തുടക്കത്തിലും ക്യാൻസർ വന്നാൽ തന്നെ അതിന് ചികിത്സ ആയിട്ട് വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ രക്തം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്യാൻസറുകളെയും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില ക്യാൻസറുകൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ രക്തത്തിൽ കാണുന്ന രക്താണുക്കളുടെ, അതായത് ചുവന്ന രക്താണു, വെളുത്ത രക്താണു, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അളവിനെ സംബന്ധിച്ചും അളവിനനുസരിച്ചും കൂടിയാൽ കുറഞ്ഞാൽ ഉള്ള ഓരോ സ്റ്റേജുകൾ. അതേപോലെ ഇതിനെ നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഷേപ്പിലുള്ള ഡിഫറൻസ് അനുസരിച്ചും നമുക്ക് നോക്കിയിട്ട് ഇത് വല്ല വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാനും കഴിയും. അല്ലാതെ എല്ലാ ക്യാൻസറുകളും ബ്ലഡിൽ നിന്ന് മാത്രം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ലേറ്റർ സ്റ്റേജുകളിൽ എല്ലാത്തിനും നമ്മൾ ഏതൊരു ക്യാൻസർ ആണെങ്കിലും ബ്ലഡിന്റെ ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങളും ഒരു കുഴഞ്ഞ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ ബ്ലഡിൽ പല അംശങ്ങളും കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ട് അത് ഇന്ന ക്യാൻസർ ആണെന്ന് പറയാനുള്ളതില്ല. പിന്നെ വേറെ ഒന്നും ബ്ലഡിൽ നിന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ളത് ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ അസുഖത്തിനും ഒരു ക്യാൻസർ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലേക്ക് ചില കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യും. അത് നോക്കിയിട്ട് നമുക്ക് ആ ട്യൂമർ മാർക്കേഴ്സ് നോക്കിയിട്ട് നമുക്കത് ഓരോ ഇപ്പോൾ ലിവറിന്റെ ക്യാൻസർ ആണെങ്കിൽ ഇങ്ങനെ TNF അങ്ങനെ ഓരോ കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഈ കെമിക്കൽസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന ക്യാൻസർ ആണ് എന്ന് പറയാൻ കഴിയും. അതല്ല, ഈ ഒരു കാര്യമല്ലാതെ ബ്ലഡിലെ അളവ് നോക്കിയിട്ടോ ബ്ലഡിന്റെ അണുക്കൾ അളവ് നോക്കിയിട്ടോ ഇന്ന ക്യാൻസർ എന്ന് പറയാൻ കഴിയില്ല. അത് ബ്ലഡ് ക്യാൻസറിൽ മാത്രമേ കഴിയുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? മാഷാ അല്ലാഹ്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു ഡോക്ടറുടെ. ക്ലാസ്സിലേക്ക് എത്താൻ താമസിച്ചു പോയി.
എന്റെ സംശയം ഈ നേരത്തെ ചോദിച്ച ആ സുഹൃത്തിന്റെ ചോദ്യത്തിനോട് അനുബന്ധിച്ചാണ്. ക്യാൻസർ എങ്ങനെയാണ് കണ്ടെത്തുക? എന്റെ ഫാമിലി തന്നെ 2-3 ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് മരിച്ചുപോയി. ഈ സ്റ്റേജില് ഡോക്ടർമാർ പറഞ്ഞു ഇത് തുടക്കത്തിൽ തന്നെ കാണുവാണെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. അത് കണ്ടെത്താൻ പറ്റാതെ ലാസ്റ്റ് സ്റ്റേജിലാണ് എത്തിയത്. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയതെന്ന് പറഞ്ഞ്. ഇതിപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ UBT ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, യൂറിയ ബ്രീത്തിങ് ടെസ്റ്റ്. അത് ചെയ്താല് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് നാട്ടിലെവിടെയുണ്ടോ? അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ്? സൈഡ് എഫക്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. ഇത് എന്ത് ക്യാൻസർ ആണ് എന്നുള്ളത് പറഞ്ഞില്ല. എന്താണ് സംഭവം? അല്ല, UBT എല്ലാ ടെസ്റ്റിനുള്ളതാണോ എന്നുള്ളത് നോക്കണം. നിങ്ങൾ എന്ത് ക്യാൻസർ ആയിരുന്നു ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒന്നും കൂടെ മൈക്ക് എടുക്കുക. ഹലോ, സ്റ്റൊമക്കിൽ ക്യാൻസർ ആയിരുന്നു ഒരു കേസ്. പിന്നെ ഇത് ബോൺ ക്യാൻസർ എന്റെ ഫാമിലിയിൽ ഉണ്ടായതാണ്. എന്റെ വാഫ ബോൺ ക്യാൻസർ വന്നിട്ട് മരിച്ചത്. ഇപ്പൊ 1 വർഷമായുള്ളൂ. ദുആ ചെയ്യണം. യൂറിയ ബ്രീത്ത് ടെസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് അല്ല. യൂറിയ ബ്രീത്ത് ടെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റൊമക് ക്യാൻസറിൽ നമ്മൾ ഈ H. പൈലോറി ഇൻഫെക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അതിന് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 2 തരത്തിലാണ്. നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ ഈ H. പൈലോറി ഈ H. പൈലോറി എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ വയറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് യൂറിയേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അളക്കാനുള്ള, അപ്പൊ ഈ യൂറിയേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ H. പൈലോറി ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ. അത് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂറിയ ബ്രീത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അത് അധികം ഹോസ്പിറ്റലുകളിലൊക്കെ അവൈലബിൾ, വലിയ ടെസ്റ്റ് ഒന്നും അല്ല, അത് എല്ലായിടത്തും ഉള്ളതാണ്. അല്ലാണ്ട് അതൊരു ക്യാൻസർ. അപ്പൊ അതിന്റെ പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിയ ബ്രീത്ത് ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതല്ലാണ്ട് തന്നെ നേരത്തെ തന്നെ H. പൈലോറി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കാലം വൈറൽ അൾസർ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് H. പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഇതുവഴി മനസ്സിലാക്കാനും അത് നേരത്തെ തന്നെ നോക്കിയാൽ നമുക്ക് ക്യാൻസറിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റാനും കഴിയുമായിരുന്നു എന്നായിരിക്കും ആ ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാണ്ട് ഇതൊരു ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് അല്ല യൂറിയ ബ്രീത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് H. പൈലോറി കണ്ടുപിടിക്കാനുള്ള ഒന്നാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ സാറേ, സാധാരണ ക്യാൻസർ രോഗികൾ സാമ്പത്തികമായിട്ടില്ലാത്ത ആളുകൾ പിന്നെ മെഡിക്കൽ കോളേജുകളും കുറച്ച് സാമ്പത്തികമുള്ള ആളുകൾ RCCയിലാണ് പോകല്. അപ്പോൾ ഇത് രണ്ടിലെ വ്യത്യാസം എന്താണ്? ഇത് രണ്ടും എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ 2 സ്ഥലത്തും ചികിത്സിച്ചിട്ട് സുഖപ്പെടാതെ മരണപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. RCC എന്ന് പറയുന്നത് അസുഖം മാറ്റിത്തരുന്ന ഗ്യാരണ്ടി ഉള്ള സ്ഥലം എന്നല്ല അർത്ഥം. RCC നമ്മൾ ഈ പറഞ്ഞതിന്റെ തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാ മേജർ ഹോസ്പിറ്റലുകളിലും ക്യാൻസറിന് ട്രീറ്റ്മെന്റ്, എല്ലാ ട്രീറ്റ്മെന്റുകളും കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ഒക്കെ വലിയ നമ്മളെ എല്ലാ സിറ്റികൾ, കേരളത്തിലെ എല്ലാ സിറ്റികളിലും അവൈലബിൾ ആണ്. RCC കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് മരുന്നിന് കുറവും കാര്യങ്ങളും അങ്ങനത്തെ ഇതുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കേസുകൾ മാനേജ് ചെയ്യുന്നത് വെറും 1-2 ഡോക്ടേഴ്സ് ആയിരിക്കും. RCC എന്ന് പറഞ്ഞ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ് അതിനുള്ളത്. നമ്മൾ പൈസ കുറയുക എന്നുള്ളതിനേക്കാളും വലിയൊരു അഡ്വാൻറ്റേജ് ആണത്. ഒരുപാട് ഡോക്ടർമാരുടെ ഇതനുസരിച്ചായിരിക്കും ഇവിടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. എന്നിട്ടും എന്താ മാറാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മളിപ്പോൾ ഞാൻ എന്ത് മരുന്ന് കൊടുത്താലും അസുഖം മാറ്റുന്നത് നമ്മളൊന്നും അല്ലല്ലോ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പഠിച്ചത് ചെയ്യുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി നമുക്ക് വിധി ഉണ്ടെങ്കിൽ അസുഖം മാറും. ഇപ്പൊ നമ്മൾ ചിലത് കണ്ടില്ലേ, നിങ്ങൾ ഇതൊന്നും മാറില്ല എന്ന് പറഞ്ഞ സംഭവങ്ങൾ ചെറിയ ട്രീറ്റ്മെന്റിൽ മാറാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയാൻ നമ്മുടെ ഓരോരുത്തരുടെ വിധിയാണ്. മാറില്ല എന്നുള്ളത് കൊണ്ട് ഇതല്ല അതിനുള്ള ട്രീറ്റ്മെന്റ് എന്നോ, അല്ലെങ്കിൽ മാറി എന്നതുകൊണ്ട് ഇതാണ് അതിന് ട്രീറ്റ്മെന്റ് എന്നോ രണ്ടും നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മൾ ഓരോന്നിനെ അത് അടിച്ചിട്ട് അല്ലാഹു ഷാഫി.
അപ്പോൾ അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇത് ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് പൈസയുടെ അഡ്വാൻറ്റേജ് ഒന്നുണ്ട് RCCയിൽ പോയി കഴിഞ്ഞാൽ. രണ്ടാമത് നല്ല ഒരുപാട് ടീം ഓഫ് ഡോക്ടേഴ്സ്, ഇതിൽ മാത്രമുള്ള ഒരുപാട് ടീം ഓഫ് ഡോക്ടേഴ്സിന്റെ സേവനം നമുക്ക് കിട്ടും എന്നുള്ളതാണ് RCCയുടെ മറ്റൊരു ഉപകാരം. മറ്റുള്ളിടത്തൊന്നും മോശമാണെന്നല്ല പറയുന്നത്. ഈ ഉള്ള അത്രയും നല്ലൊരു ട്രീറ്റ്മെന്റ് ഒരു പക്ഷേ മറ്റിടത്ത് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ CMC വെല്ലൂര്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ഇതിന് മാത്രമുള്ള ആളുകളാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അങ്ങനത്തെ സ്ഥലങ്ങൾ വലിയ സ്ഥലങ്ങളിൽ പോയാലുണ്ടാകും. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വെറ്റിലി അടക്കി മാത്രം മുറിക്കിയാൽ ക്യാൻസർ ഉണ്ടാകുമോ, പുകയില ഇല്ലാതെ? അതാണ് എന്റെ സംശയം. ഹലോ, എന്തിനാ ഇപ്പൊ ഇത്ര ഇടങ്ങറാവണം? അതിപ്പോ അത് ഇല്ലാണ്ട് മുറുക്കിയില്ലാന്ന് വെച്ചിട്ട് ജീവൻ പോണ സാധനമൊന്നും അല്ല അത്. അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞു, കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എന്ത് സാധനവും വായിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ഇനി വെറ്റില മുത് ഉണ്ടെങ്കിലും വെറ്റില അടക്ക മാത്രമാണെങ്കിലും നമ്മുടെ വായുടെ ഉള്ളിലെ കോശങ്ങൾക്ക് മ്യൂക്കസ് മെംബ്രെയിന് കോൺസ്റ്റന്റ് ആയിട്ട് ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്ത് സാധനവും, നമ്മൾ പാനായി കഴിഞ്ഞാലും എന്ത് സംഭവം ഉണ്ടായി കഴിഞ്ഞാലും ഇതിനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരെണ്ണം ഒഴിവാക്കിക്കൊണ്ട് മാത്രം അതിന്റെ റിസ്ക് കുറഞ്ഞു എന്നുള്ളത് പറയുന്നതിൽ അർത്ഥമൊന്നും ഉണ്ടാവില്ല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? നേരത്തെ ചോദിച്ചതും ഡോക്ടറും കൊടുത്ത മറുപടിക്ക് അതിൻ്റെ ഒരു പുറമെ ഞാൻ ചെറിയൊരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു ഡോക്ടറിന് ഓർമ്മയില്ല, നാട്ടിലുള്ള സമയത്ത് ഈ വെറ്റില മുറുക്ക് പുകയില ഇല്ലാത്ത ഈ ചോദ്യം വന്നിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഈ ഉമിനീര് വെറുതെ നമ്മൾ തുപ്പിക്കളയാണ് ഈ ഒരു വെറ്റിലയും ഈ പാക്കും അടക്കയും കൂടി കഴിഞ്ഞാൽ. ഈ നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ശരീരത്തിന് ആവശ്യമായ ഉമിനീരാണ് നമ്മൾ പുറത്ത് വെറുതെ കളയുന്നത് എന്നാണ്. അതും ഒരു വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് അന്ന് അവർ ക്ലാസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആരും ചോദിക്കാനില്ലേ? ഞാൻ വേറൊരാള്, നമ്മൾ കിഷോർ സാർ ഒരാളുടെ അടിച്ചു തന്നിരുന്ന ഒരു PM-ന്റെ ഒരു പറയാം. അദ്ദേഹം ചോദിച്ചിരുന്നത് മയലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ എന്നത് എന്താണെന്നുള്ളതാണ്. മയലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്, മയലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിലെ സെൽസ്, ബ്ലഡിലെ കോശങ്ങൾ. പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായിക്കൊണ്ടിരിക്കുക. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഡർ അല്ലാത്ത അവസ്ഥ. അതായത് നമ്മളെ ബ്ലഡിലെ സെൽസ്, അത് പ്ലേറ്റ്ലെറ്റ് ആവാം, വെളുത്ത രക്താണുക്കളാവാം, ചുവന്ന രക്താണുക്കളാവാം. ഈ സംഭവങ്ങൾ ഏതെങ്കിലും അമിതമായിട്ട് വളരുന്നതിനെയാണ് നമ്മൾ മയലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ എന്ന് കോമൺലി പറയുന്നത്. അതിൽ നിങ്ങൾക്കുള്ള അസുഖം ഏതാണെന്നുള്ളത് പറഞ്ഞാൽ അത് എന്താണെന്ന് പറയുന്നത്. അതിൽ തന്നെ പോളിസൈത്തീമിയ വേര എന്ന് പറഞ്ഞിട്ടുണ്ട്, എസെൻഷ്യൽ ത്രോംബോസൈറ്റോസ് ഉണ്ട്, ഇഡിയോപ്പതിക് മൈലോഫൈബ്രോ, ഒരുപാട് ലുക്കീമിയാസ് അതിൽ വരുന്നതാണ്, ക്രോണിക് മൈലോജനസ് ലുക്കീമിയ, ഇങ്ങനെ ഒരുപാട് ഇതുകളുണ്ട്. അതിൽ ഏതാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ളത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. മയലോ പ്രോളിഫറേറ്റീവ് ഡിസോർഡർ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ WBC 1,10,000 ഉണ്ട്. അതായത് വെറും 7,500, 7,000-ന്റെയും 10,000-ന്റെയും 11,000-ന്റെയും ഇടയിലെ WBC പാടുള്ളൂ. അത് ഇദ്ദേഹത്തിന് 1,10,000 ആണുള്ളത്. 1,11,000 എത്രയാണ്? പ്ലേറ്റ്ലെറ്റ് 7 ലക്ഷം. പ്ലേറ്റ്ലെറ്റിന്റെ അളവ് എന്ന് പറയുന്നത് വെറും നമ്മൾ 1 ലക്ഷം മുതൽ 4 ലക്ഷം വരെ വരേണ്ടത് ഇദ്ദേഹത്തിന് കൂടിയിട്ടുണ്ട്. അപ്പം ഈ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൽ വരുന്ന ഇതിൽ പെടുന്ന ഈ മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡറിൽ വരുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയെന്ന് ഡോക്ടറോട് ശരിക്കും ചോദിച്ച് മനസ്സിലാക്കുക. എന്തിൽ വരുന്നതാണത്, എന്താണ് ഇതിന് വേണ്ട ട്രീറ്റ്മെന്റ്, ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാലേ അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് കൊണ്ട് എനിക്ക് ഇത്രയും പറഞ്ഞു തരാൻ പറ്റൂ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിൽ വന്ന് ചോദിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കാമോ ഡോക്ടറെ? എൻ്റെ വൈഫിന് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ രീതിയെന്ന് വെച്ചാൽ ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് നന്നായി കുറയുന്നു. അപ്പോൾ ലാസ്റ്റ് ഈ പ്രഗ്നൻ്റ് ആയി ഡെലിവറി ആയ സമയത്ത് ഒരുപാട് പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തിരുന്നു, ഹീമോഗ്ലോബിൻ്റെ ഇഞ്ചക്ഷന്. അതിന് അത് ഇപ്പം അടുത്തും ചെക്ക് ചെയ്തപ്പോൾ സാധാരണ ഇതിലൊരു 3 അളവിൻ്റെ ഒരു കുറവ്, 12 to 14 എങ്ങാനാണ് സ്ത്രീകൾക്ക് വേണ്ടത്. അത് 9
10 അങ്ങനെ ഉള്ളത്. അത് ശരിക്കുള്ള അറിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ അനീമിയ, ഇത് പ്രഗ്നന്റ് ആവുന്ന സമയത്തുള്ളത് മാത്രമല്ല, എപ്പോഴും ഉണ്ടാകും. പക്ഷെ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നമ്മൾ നോക്കാറുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം, ഇങ്ങനെയുള്ള അസുഖം ആയിട്ടുള്ള ഒരാളുകൾക്ക്. അത് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറയുന്നത് എന്നത് കണ്ടുപിടിച്ചിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ചിലർക്ക് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് അവരുടെ അമിത രക്തസ്രാവമായിരിക്കാം കാര്യം, അതല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള ചില ആളുകൾക്ക് അത് രക്തം ഉണ്ടാവുന്നതിലുള്ള കുഴപ്പങ്ങളായിരിക്കാം. അപ്പം മാസമുറ കൂടുതൽ ബ്ലീഡ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ എന്താണെങ്കിലും അതിന്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ തൽക്കാലം നമ്മൾ ഈ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് അയണിന്റെ ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഒക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളെ കുട്ടിയെയും കൂടെ അതിനെ ബാധിക്കും. കുട്ടിയെ കൂടെ ബാധിക്കുന്നത് കൊണ്ടാണ് ആ സമയത്ത് അത്ര അഗ്രസീവായിട്ട് ഇഞ്ചക്ഷനും മറ്റൊക്കെ എടുത്ത് നമ്മൾ അത് ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നത്. അല്ലാത്ത സമയത്ത് എല്ലായ്പ്പോഴും ഇത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. സാധാരണ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടുപോവുക, വളരെ രക്തം കുറഞ്ഞ അവസ്ഥ വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങി വീഴുക, ബോധം കെടാൻ ഉദ്ദേശിച്ചാൽ തല കറങ്ങി വീഴുക. അപ്പം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് ഇതിൽ കാണുക. അപ്പം അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം അതിനെ ട്രീറ്റ് ചെയ്യാൻ. അത് നിങ്ങൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ഇപ്പം ഇങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരത് ഇത് വർക്കപ്പ് ചെയ്തിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും അത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനോട് അതിനെ ഇത് ചെയ്ത് എന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ആയി വരുന്നത് എന്നുള്ളത് അന്വേഷിച്ച് അതിന്റെ പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് രക്തം ഇങ്ങനെ മെയിനായിട്ട് സ്ത്രീകളിൽ മെയിനായിട്ട് കണ്ടുവരുന്നതിന് കാര്യം മാസമുറ അമിതമായ രക്തസ്രാവം വരുന്നത് കൊണ്ട് തന്നെയാണ്. അതിനും കാരണങ്ങളുണ്ട്. ഈ രക്തസ്രാവം എന്ന് പറഞ്ഞാൽ അതങ്ങ് വിട്ട് കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു ആവശ്യത്തിൽ നമ്മളതിൽ സാധാരണത്തില് ക്ഷീണവും തലകറക്കമൊക്കെ ഉണ്ട്. അത് ഇതിന്റെ ഭാഗമാണ്. അതാണ് ഇതിന്റെ ലക്ഷണങ്ങളാണ് ഈ ക്ഷീണവും തലകറക്കം എന്ന് പറയുന്നത്. അപ്പൊ അത് സ്ഥിരമായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക, അതിന്റെ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള വഴി. ഇൻഷാ അല്ലാഹ് അതാരെങ്കിലും നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡിസ്കസ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. വൈലക്സ് പ്രോബ്ലം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പിന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ ക്രമീകരണവും അതുപോലെ ഭക്ഷണത്തിൽ അടങ്ങേണ്ടുന്ന വിറ്റാമിനുകളുടെ കുറവ് കൊണ്ടാണല്ലോ ഒരു ശതമാനം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഭക്ഷണം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഏകദേശം അസുഖം കുറയുന്നൊക്കെ പറയുന്നു കേൾക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങേണ്ടുന്ന കാര്യങ്ങളെ 6ആയി തിരിച്ചിട്ട് അതിൽ അധികമായിട്ട് നമുക്ക് വേണ്ടത് പ്രോട്ടീന്, അതുപോലെ അന്നജം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ അന്നജം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 500 ഗ്രാം, ഒരു യുവാവിന്റെ ശരീരത്തിൽ 500 ഗ്രാമാണ് അതിന്റെ അളവ് എന്ന് പറയുന്നു. ഈ 500 ഗ്രാം അന്നജം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അന്നജം ഉള്ള ഭക്ഷണത്തിന്റെ അളവ് ഏകദേശം ഒരു ദിവസം എത്രയായിരിക്കും എന്നാണ് എനിക്ക് ഏകദേശം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അതുപോലെ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് മൃഗഭക്ഷണം, അതുപോലെ പച്ചക്കറി, ഇതിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അപ്പൊ ഈ ഇറച്ചി, മുട്ട ഇങ്ങനെയുള്ളതിന്റെ അളവ് ഏകദേശം ഒരു ശരീരത്തിലേക്ക് എത്ര വേണ്ടിവരും എന്നറിയാനാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് വിശദീകരിച്ചാൽ റാഹത്തായിരുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇത് ഇന്ന ഭക്ഷണം എത്ര കഴിച്ചാലും നമുക്ക് ഓരോന്നും എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. നമ്മൾ മെയിനായിട്ട് ഭക്ഷണത്തിൽ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അരിയിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തിന്റെയും പ്രോട്ടീന്റെയും അളവ് ഇത്രയാണ്, അതേപോലെ ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്നതിന്റെ അളവ് ഇത്രയാണ്, അല്ലെങ്കിൽ വേറെ പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്നതിന്റെ അളവ് ഇത്രയാണ്. അപ്പൊ അങ്ങനെ ഓരോന്നും എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനങ്ങൾ നൽകുക. ഇപ്പൊ ഉദാഹരണത്തിന് 3 നേരം അരിഭക്ഷണം കഴിക്കുന്നതിന് പകരം 2 നേരം, രാവിലെ അരിഭക്ഷണം ആണെങ്കിൽ ഉച്ചയ്ക്കും ചോറ് കഴിക്കുക, നമ്മൾ രാത്രി ചപ്പാത്തിയിലേക്ക് മാറുക. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അതേപോലെ ഭക്ഷണത്തിൽ വേണ്ട അളവിൽ ഫൈബർ ഉള്ള ഫുഡ്സ്, അതായത് പച്ചക്കറികൾ,
അതേപോലെ അരി കഴിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ ഫൈൻ പോളിഷ്ഡ് റൈസിന് പകരം നമ്മളെ കുത്തരി പോലുള്ള ചോറുകൾ കഴിക്കാൻ ശ്രമിക്കുക. ഈ ഗോതമ്പ് തൊലിയോട് കൂടിയുള്ള ഗോതമ്പ് അല്ലെങ്കിൽ ഉമിയോട് കൂടിയുള്ള ഗോതമ്പ് കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഫൈബറിന്റെ അളവ് കൂട്ടും. ഈ സംഭവങ്ങൾ ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോവുക. ആവശ്യത്തിന് ഫ്രൂട്ട്സ് കഴിക്കുക. പച്ചക്കറി പോലെ തന്നെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഫ്രൂട്ട്സ് കഴിക്കുക. വെറും പച്ചക്കറി കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിന് ഈ പറഞ്ഞ പോലെ വേണ്ട പ്രോട്ടീൻസും കാര്യങ്ങളും കിട്ടണമെന്നില്ല. പ്രോട്ടീൻസിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ മീറ്റ് ആണ്, ഇറച്ചി ഭക്ഷണങ്ങളാണ്. അത് ഇറച്ചി ഭക്ഷണങ്ങൾ ദിവസവും ഇറച്ചിക്ക് പകരം നമുക്ക് ആവശ്യത്തിന് ഇറച്ചി ഉള്ള രൂപത്തിൽ ഭക്ഷണങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. പിന്നെ മീനിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ BP കുറക്കാനും മറ്റൊക്കെ നമ്മൾ കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു എണ്ണയാണ് മീനിൽ നിന്ന് കിട്ടുന്ന എണ്ണ. മീന് നമ്മുടെ ഇത് ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമെങ്കിലും മീന് കഴിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി, അതായത് അരി 2 കപ്പ് കഴിക്കണം എന്ന് പറയുന്നതിനേക്കാളും അർത്ഥമുള്ളത് ഇതിനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാം നമ്മൾ വേണ്ട രൂപത്തിൽ ബാലൻസ് ചെയ്ത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു വഴി. പറഞ്ഞത് മനസ്സിലാവുന്നു കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറേ, എനിക്കൊരു PM വന്നതാണ്. അത് ആൾക്ക് മൈക്കൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല. ഇടക്ക് ചെവി ചൂടാവുന്നു, അതിന്റെ കാരണം ചോദിക്കുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്. എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട്. സാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായ വേറൊരു സംശയം ഉണ്ട്, ചോദിക്കാനായിരുന്നു. അസ്സലാമു അലൈക്കും. ചെവി വെറുതെ ചെവി ചൂടാവുകയാണോ? അങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് അറിയില്ല. ചെവി മാത്രം ചൂടാകുന്ന എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇയാള് എന്താണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അടി കിട്ടണോ എന്നുള്ളത് നോക്കേണ്ടി വരും. ഒരു ചെവി മാത്രം എപ്പോഴും ചൂടാവുകയാണെങ്കിൽ എന്താന്നൊന്ന് തമാശ പറഞ്ഞതാണ്. എന്തായാലും ഒന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞ് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാം. അല്ലാണ്ട് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. സാറേ, അദ്ദേഹം ഇപ്പൊ PM എഴുതിക്കണത് ഇടയ്ക്കുള്ളൂ, എപ്പോഴില്ലാന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് സംശയം ഉണ്ടായിരുന്നത് ഇനിയിപ്പോ സാറ് ചിരിക്കാനുള്ള ഒരു ചോദ്യമാണോ ചൂടാവാനുള്ള ചോദ്യമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇതിന്റെ ഉത്തരം പറയുമെങ്കിൽ എനിക്ക് വേറൊരു ചോദ്യം കൂടി ഉണ്ട്. ഞാൻ ഇപ്പോ കൂടെ ചോദിക്കാണ്, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. സാറേ, ഈ ലാപ്ടോപ്പ് നമ്മുടെ മേത്ത് വെച്ച് കഴിഞ്ഞാല് അത് ചൂടാവും. ആ ചൂടുകൊണ്ട് നമ്മള് ക്യാൻസർ വരാനോ അങ്ങനെ വല്ല സാധ്യത കാണുന്നുണ്ടോ? ഈ ലാപ്ടോപ്പ് മേത്ത് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിന്റെ ചൂട് നമ്മളെ മേത്താവാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ഇപ്പൊ ഇത്രയൊക്കെ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെല്ലാരും ചോദിക്കുന്ന കരുതി വിട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ചോദിക്കുന്ന കരുതണം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പതേ വന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിൽ പറയാതിരുന്നതാണ് ഈ 2 കാര്യങ്ങൾ. ആരെങ്കിലും ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ലാപ്ടോപ്പിന്റെ പുറകിൽ നിന്ന് ഒരുപാട് ചൂട് വരുന്നത്. നമ്മൾ കിടന്നിട്ടൊക്കെ വയറിന്റെ മേലെ വെച്ചിട്ടോ അല്ലെങ്കിൽ കാലിൽ വെച്ചിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം. പലരും അതിന് വേറെ ഫാനുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് കൂടെ തന്നെ എന്തും നമ്മുടെ ശരീരത്തിലെ, അത് ശരീരത്തിന്റെ അകത്താണെങ്കിലും നമ്മുടെ പുറത്ത് തൊലിയിലാണെങ്കിലും കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്ത് സാധനവും ഒരു പക്ഷേ ക്യാൻസർ ഉണ്ടാക്കിയേക്കാം. ഈ ചൂട് കൊണ്ട് നമ്മളിപ്പോൾ ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം ലാപ്ടോപ്പ് തൊലിയിൽ വെച്ചതുകൊണ്ട് അവിടെ ക്യാൻസർ വരുന്നല്ല. പക്ഷേ ഇത് നമ്മളെ ചൂട് വരികയും ശരീരത്തിനെ ടോസ്റ്റഡ്, അതിനൊരു പേരുണ്ട്, നമ്മുടെ ശരീരം അവിടെ കരിഞ്ഞു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ അറിയാണ്ട് നമ്മളെടുത്ത് ഫേസ്ബുക്ക് കുത്തി അങ്ങനെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് കുത്തിയാൽ മാത്രമല്ല കേട്ടോ, ലാപ്ടോപ്പ് കൂടുതൽ സമയം ഉപയോഗിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്ത് വരാറുണ്ട്, ഒരുപാട് സമയം ഇങ്ങനെ വരുമ്പോൾ ടോസ്റ്റഡ് സ്കിൻ സിൻഡ്രം എന്നാണ് അതിന് പറയാമെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വായിച്ചിട്ടുണ്ടത്. അതായത് സ്കിന്ന് ടോസ്റ്റ് ആയി പോവാ. നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, അതേപോലെ അങ്ങനത്തെ തൊലി പൊള്ളി പോകുന്ന അവസ്ഥ വരാറുണ്ട്. അങ്ങനെ അതില്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരുപാട് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞതിന്റെ കൂടെ കൂട്ടി വായിച്ചാൽ ഇങ്ങനെയുള്ള കൂടുതൽ മാരകമായ അസുഖങ്ങളിലേക്ക് അത് നീക്കിയേക്കാം.
എന്ന് മാത്രമേ പറയുള്ളൂ. അല്ലാണ്ട് ലാപ്ടോപ്പ് വെച്ചതുകൊണ്ട് അവിടെ ക്യാൻസർ വരും എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നല്ലതല്ല, ശരീരത്തിൽ ഒരിക്കലും കൂടുതൽ സമയം ലാപ്ടോപ്പ് ഒരിക്കലും വെച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ ടേബിളിൽ വെച്ചിട്ട് ഇതാക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യാത്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുണിയോ മറ്റു കാര്യങ്ങളോ ഇത് ശരീരത്തിൽ ഇട്ടതിന്റെ ശേഷം, അതായത് ആ ചൂട് ഡയറക്റ്റ് ശരീരത്തിലേക്ക് എത്താത്ത രൂപത്തിൽ മാത്രമേ ലാപ്ടോപ്പ് ശരീരത്തിൽ വെച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചോദിച്ചത് നന്നായി, ഞാനതിന് കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും അടുത്ത ആൾ വരട്ടെ. അസ്സലാമു അലൈക്കും. സാറ് നന്ദി, വളരെ ശുക്രാൻ. പിന്നെ സാറ് ഈ കുപ്പിവെള്ളം ഉണ്ടല്ലോ, നമ്മള് ഈ കുപ്പിവെള്ളം ഇപ്പോ ഗൾഫിലൊക്കെ കൂടുതലും കുപ്പിവെള്ളങ്ങളായിരിക്കും കൂടുതൽ പേര് ഉപയോഗിക്കുക. അപ്പൊ അത് നമ്മള് പുറത്ത് വെച്ച് കഴിഞ്ഞാല് അതിന്റെ വെയിലിന്റെ അല്ലെങ്കിൽ എ സി ഇല്ലാത്ത റൂമിലൊക്കെ ആണെങ്കിൽ ആ ചൂട് തട്ടി കഴിഞ്ഞാല് എന്താണ് ക്യാൻസർ വരാൻ കാരണമാണ് എന്ന് നമ്മള് ഫേസ്ബുക്കിൽ ഞാൻ കുറച്ചു ദിവസം മുമ്പ് കണ്ടിരുന്നു. വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ചൂട് തട്ടി കഴിഞ്ഞാല് എന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അതിന്റെ ഒരു പ്ലാസ്റ്റിക് കുപ്പി ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ യഥാർത്ഥ അവസ്ഥ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതുവരെ പറഞ്ഞതിന് സാറിന് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ പറഞ്ഞതിന്റെ ബാക്കി ഈ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ കുപ്പിയിൽ വെള്ളം വെച്ചതുകൊണ്ട് ചൂടായി ക്യാൻസർ വരുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ഇപ്പം ചർച്ച ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആ സംഭവം നമ്മളിവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വണ്ടിയിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചൂടാകാണ്ട് കുപ്പി നോക്കാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നടക്കൂല. അപ്പൊ അതുകൊണ്ട് പരമാവധിയൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നുള്ളതല്ലാണ്ട് അതുകൊണ്ട് ക്യാൻസർ വരുന്നോ ഫേസ്ബുക്കിലെല്ലാം കാണുന്നത് കൊണ്ടോ അതിന്റെ കൂടെ പോയിട്ട് കാര്യമില്ല. അത് അങ്ങനെ ഡയറക്റ്റ് ഒരു ക്യാൻസർ എന്നുള്ള അങ്ങനത്തെ സ്റ്റഡീസും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് മാത്രമേ തന്നെ പറയാനുള്ളൂ. അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്ന ഒരിക്കലും പറയാൻ കഴിയില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സാർ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഡോക്ടർ സാർ, എനിക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സുമായി സംബന്ധമായിട്ടുള്ളൊരു വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡോക്ടർ പറഞ്ഞു മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ പദവാത എങ്ങനെ വരുന്നത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പ്രോട്ടീൻ്റെ കുറവാണല്ലോ, അത് എനിക്ക് വരുന്നുണ്ട്. മൂത്രമൊഴിക്കുന്ന സമയത്ത് മൂത്രത്തിൽ ഇങ്ങനെ പത വരുന്നുണ്ട്. അത് എന്താണെന്നുള്ള പറഞ്ഞു തന്നായിരുന്നു. അതിനുള്ള ട്രീറ്റ്മെന്റ് ആണെന്നുള്ള എന്താണെന്ന് പറഞ്ഞാൽ വരാം. ഇഷ്ടമാണ്. മൂത്രത്തിൽ പത വരുന്നത് അസുഖമാണെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. പ്രോട്ടീൻ കൂടുതലായിട്ട് പോകുന്നത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് മൂത്രത്തിൽ പത വരുന്നത് എന്നേ പറഞ്ഞിരുന്നുള്ളൂ. പ്രോട്ടീനൂറിയയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു വഴിയായിട്ട് പറഞ്ഞതാണ്. അതൊരു അസുഖം, മൂത്രത്തിൽ പത വരുന്നത് ഒരു അസുഖമാണെന്നല്ല. അതിനുള്ള വഴി നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രോട്ടീനൂറിയ ഉണ്ടോ എന്നുള്ളത് മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെയാണെങ്കിൽ മാത്രം ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമുള്ളൂ. മൂത്രത്തിലെ പത വരുന്നതിനൊന്നും ആരും ട്രീറ്റ്മെന്റ് എടുക്കണ്ട. അതങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. സാധാരണ മൂത്രം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അതൊന്ന് ശ്രദ്ധിക്കുക. പത വരുന്നതിന് ആരും ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കണ്ട എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പിന്നെ ഡോക്ടറെ, ഇത് നമ്മളെ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഇതൊക്കെ കിട്ടുന്ന ഗൾഫിലെല്ലാം കിട്ടുന്ന ഈ കുപ്പി വെള്ളത്തിൽ അത് വീണ്ടും വീണ്ടും ചെയ്തിട്ട് വെള്ളം നിറച്ചിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടോ? ഞാൻ ഒരാൾ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് അതിൽ റീസൈക്കിളിൽ എന്ന് എഴുതി ഒരു ചിഹ്നമുണ്ട്. അതിൽ 1 എന്നുള്ളത് ഒരു ഫസ്റ്റ് യൂസ് മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ യൂസ് ചെയ്യുന്നതിന് 2ഉം 3ഉം നമ്പറുള്ളത് മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് അതിന് കൊള്ളാവുന്നുള്ളൂ. അതൊന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം, ഈ മൊബൈലിൽ നെറ്റ് കോളുകൾ ചെവിയോട് ചേർന്നിട്ട് വിളിക്കുന്നത് റേഡിയേഷൻ കൂട്ടാനും അതേപോലെ ബാറ്ററിയുടെ ലാസ്റ്റ് മൂമെന്റിൽ വിളിക്കുന്നത് കൂടുതൽ റേഡിയേഷൻ ഉണ്ടാക്കുന്നൊക്കെ ഫേസ്ബുക്ക് കാണുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും കൂടി അറിയിച്ചാൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉദ്ദേശിച്ചിരുന്ന രണ്ടാമത്തെ ചോദ്യം വന്നു ഇപ്പൊ മൊബൈലിനെ കുറിച്ച്. ഈ മൊബൈലിൽ ഉപയോഗിക്കുന്ന ആദ്യം എന്തായിരുന്നു, മൊബൈലിന്റെ മുമ്പ് എന്തോന്ന് ചോദിച്ചില്ല, ഞാൻ മറന്നുപോയി. കുപ്പിവെള്ളം അതിനെ കുറിച്ച്. റീസൈക്കിൾ, നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ
ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പുറത്താണ് അത് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ ആ സാധനം ചുരുട്ടിയിട്ടേ വലിച്ചെറിയാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത് നമ്മളെ പറ്റിച്ച് രണ്ടാമത് അതിൽ തന്നെ വെള്ളം നിറച്ച് തരാൻ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റൊക്കെ, നമ്മൾ ഗൾഫിലൊന്നും ഉണ്ടാവണമെന്നില്ല, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നാട്ടിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അങ്ങനെ പറ്റിക്കാറുണ്ട്. അപ്പം അത് ഈ സംഭവങ്ങൾ കുപ്പിയിൽ നമ്മൾ വെള്ളം കുടിച്ച് വലിച്ചെറിയാണെങ്കിൽ അത് ചുരുട്ടി കേടുവരുത്തിയിട്ട് വലിച്ചെറിയാൻ പാടുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കാതെ ഇത് ചോദിച്ചതിനോട് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കുപ്പി നല്ലൊരു ഒരുപാട് കാലമൊന്നും അതേ കുപ്പി തന്നെ വെള്ളം കുടിക്കണ്ട. എന്നാലും ഇപ്പം നമ്മൾ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് അതങ്ങനെ വലിച്ചെറിയണം എന്നൊന്നും പറയാൻ കഴിയില്ല. തിരിച്ചു ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റീസൈക്ലിങ്ങിന് 1, 2, 3 അങ്ങനെ ഉണ്ടോ എന്നുള്ള അത് എനിക്ക് ടെക്നിക്കൽ വശമാണ്, എനിക്ക് അറിയില്ല. ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം. രണ്ടാമത്തത് മൊബൈലിനെ കുറിച്ച് പറയുന്നത്, മൊബൈലിൽ കോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം പലരും ഞാൻ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്, മൊബൈലിൽ ഇതുണ്ടായാൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട്. അപ്പം മൊബൈലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരുപാട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത്. ലോകത്ത് ഒരുപാട് സ്റ്റഡീസ് അതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഡയറക്റ്റ് കോസേഷൻ, അതായത് മൊബൈലിൽ ഉപയോഗിച്ചത് കൊണ്ട് ആണ് ബ്രെയിൻ ട്യൂമർ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ WHO അതിന് മുമ്പ് ഞാൻ പറയാം, WHO കാര്യം പറയുന്നതിന് മുമ്പ്, മൊബൈലിൽ ഉപയോഗിക്കുന്നത് റേഡിയോ മൈക്രോവേവ്സ് വേവ് ലെങ്ത്തിൽ പെട്ടതാണ്. അത് ഡാറ്റ ട്രാൻസ്ഫർ ആണെങ്കിലും കോളിനാണെങ്കിലും ഇന്റർനെറ്റ് കോൾ ആണെങ്കിലും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഡാറ്റ ട്രാൻസ്ഫർ ആണെങ്കിലും കോളിനാണ്, ഡാറ്റ ട്രാൻസ്ഫർ ഉദ്ദേശിച്ചാണ് ഇന്റർനെറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇതാ നമ്മുടെ സാധാ കോൾ ആണെങ്കിലും എന്തുണ്ട്, അതേ വേവ് ലെങ്ത് മൈക്രോവേവിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, മൈക്രോവേവ് ലെങ്ത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡയറക്റ്റ്, നമ്മൾ നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ്, ഡയറക്റ്റ് ആ വേവ്സ്, നമ്മൾ റേഡിയേഷൻ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന വേവ്സ്, എക്സ്റേ നമ്മൾ ഉണ്ടാക്കും, എക്സ്റേ ഒരുപാട് എക്സ്പോഷർ നമ്മൾ ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലെ മൈക്രോവേവ്സിനെ സാധാരണ നോൺ റേസിംഗ് റേഡിയേഷന്റെ കൂട്ടത്തിലായതുകൊണ്ട് അത് അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. മാത്രമല്ല ഈ മൊബൈലിനെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പഠനങ്ങൾ നടത്തിയതിൽ നിന്നും അങ്ങനെ ഡയറക്റ്റ് കോസേഷൻ നമുക്ക് ഇതുവരെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പല സ്റ്റഡീസിലും അങ്ങനെ പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് WHO ഇപ്പോൾ പോസിബിളി കാർസിനോജനിക് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അതായത് വരാതിരിക്കാം എന്ന് പറയുന്ന കൂട്ടത്തിലെ ഇപ്പോഴും അതിനെ പെടുത്തിയിട്ടുള്ളൂ എന്ന് മൊബൈലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനി മൊബൈൽ എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഇത് WHO പ്രപ്പോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ലാൻഡ് ഫോണുള്ള സമയത്താണെങ്കിൽ പരമാവധി ലാൻഡ് ഫോണിൽ നിന്ന് ഫോൺ ചെയ്യുക. മൊബൈലിന്റെ ഒരുപാട് സമയം വേണ്ട ബാറ്ററി ലോ ഞാൻ പറയാം. ബാറ്ററി ലോ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അതിനെല്ലാപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പം ഇത് മൊബൈലും കമ്പ്യൂട്ടറൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയായിരിക്കും. ബാറ്ററി ലോ ആണെന്ന് വെച്ചാൽ പ്രത്യേക ദിവസം ഉപയോഗിക്കുന്നൊന്നുമില്ല, അത് വെറുതെ പറയുന്നതാ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരുപാട് സമയമുള്ള കോളുകളാണെങ്കിൽ പരമാവധി ലാൻഡ് ഫോണിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക. കഴിയുന്നിടത്തോളം സമയം ഇതിനെ മൊബൈലിനെ ഹാൻഡ് ഫ്രീ ഉപയോഗിച്ച്, അതായത് നമ്മുടെ ഹെഡ്സെറ്റോ ഇയർഫോണുകളോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് എങ്ങനെ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ തന്നെ അത് കുറക്കാനുള്ള ഒരു മാർഗമാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഇതിന്റെ കൂടെ എന്നാണ് ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. കൂടുതൽ വല്ലതുണ്ടെങ്കിൽ ചോദിക്കുക. 3:30 ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ലതും ചോദിക്കുക. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, അടുത്ത ഒരാഴ്ച എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് വെക്കേഷന് പോവുകയാണ്. ഒരു നോമ്പ് നോമ്പ് തുടങ്ങുന്ന ഏകദേശം ഒരു ബുധനാഴ്ചയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വ്യാഴാഴ്ച മുതലേ ഇൻഷാ അല്ലാഹ് വരാൻ കഴിയുള്ളൂ. അതിന്റെ മുമ്പ് വേറെ 1-2 സ്ഥലങ്ങളിലും പോകാനുണ്ട്, നാട്ടിൽ പോകുന്നതിന്റെ മുമ്പ് തന്നെ. അപ്പോൾ ഈ അടുത്തൊരാഴ്ചയും കൂടെ ക്ലാസ് ഉണ്ടല്ലോ. അടുത്ത ആഴ്ചത്തേക്ക് ഇതേപോലെ ഒരാഴ്ചയിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല വിഷയങ്ങൾ ഈ സമയം കൊണ്ട്, പിന്നെയുള്ള ബാക്കി സമയം കൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുക വരുന്നവര് എന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ആൾക്ക് വരാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ചോദിക്കുന്ന ചോദ്യം ആരെങ്കിലും ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പുറത്ത് നിസ്കരിക്കാൻ പോയിരിക്കായിരുന്നു. ഈ മൈക്രോ ഓവനുകൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലൊക്കെ ആളുകൾ കൂടുതലായിട്ടും മൈക്രോ ഓവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
മൈക്രോവേവ് ഓവൻ കൊണ്ട് എന്നുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത് ക്യാൻസർ ആയതുകൊണ്ട് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം കരിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ ഈ കബാബ് പോലെയുള്ള സാധനങ്ങൾ വയറിലെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു പഠനത്തിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. മൈക്രോവേവ് ഓവൻ ഇതേ പറഞ്ഞ പോലെ ഡയറക്റ്റ് നമ്മൾ ഈ കരിച്ചുപയോഗിക്കുന്ന സാധനമല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നം ഇതിലില്ല. മൈക്രോവേവ് ഓവൻ കൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ശ്രദ്ധിക്കാത്ത വല്ലതുണ്ടോ എന്ന്. കോസ് ഓഫ് കാർബൺ അറിയില്ല. ഓക്കെ, ഇത് പറയുന്നത് കരിക്കുന്നത്. ഓക്കെ, കരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് കരിച്ച് കഴിയുന്ന ഭക്ഷണങ്ങൾ വയറിന് നല്ലതല്ല, വയറിലെ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഷവർമ്മ, ഓക്കെ, അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ ഷവർമ്മേന്റെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ കരിച്ച് കഴിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട്, കരിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ലതല്ല എന്തായാലും. ഇത് ചോദിച്ചുകൊണ്ട് അതിന്റെ കൂടെ ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞതാണ്. അടുത്ത ആൾ വരിക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം സാറേ, ഞാൻ ആദ്യം റൈസാൻഡ് ചെയ്ത് പിന്നെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഒഴിവാക്കി പള്ളിയിൽ പോയതാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ചോന്ന് അറിയില്ല. ഈ ക്യാൻസർ സംബന്ധമായിട്ട് ഭക്ഷണത്തിന്റെ ക്രമീകരണം എങ്ങനെയാണ്? ചില ആളുകളൊക്കെ മത്സ്യം കഴിക്കും, അതോടുകൂടി തന്നെ മോരും തൈരൊക്കെ ഉഷാറായിട്ട് കൂട്ടും, അത് ഒഴിവാക്കൂല മത്സ്യം ഉള്ളത് കൊണ്ടാണെങ്കിലും. അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ ഒരുപാട് വിഷയത്തിൽ നോക്കേണ്ടതുണ്ടോ? എത്രമാത്രം ഈ രൂപത്തിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ക്യാൻസറിന് എത്രമാത്രം ചാൻസ് വരും എന്നുള്ളതൊന്ന് ഹ്രസ്വമായ രൂപത്തിലൊന്ന് വിശദീകരിച്ച നന്നായിരുന്നു. വിശദീകരിച്ചിട്ടില്ലെങ്കിൽ മൈക്ക് വെക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു അലോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പഥ്യങ്ങളും എന്നുള്ളൊരു സംഭവം ഇല്ല നമുക്ക്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ ഭക്ഷണങ്ങളും ബാലൻസ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അതാണ് അതിനുള്ളൊരു മാർഗം. നമ്മൾ ഈ പറഞ്ഞതിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് വേണം, ഫൈബേഴ്സ് വേണം, അരി വേണം, ഗോതമ്പ് വേണം, പയറുവർഗ്ഗങ്ങൾ വേണം. എല്ലാ സാധനങ്ങളും ബാലൻസ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. ദിവസവും ഇറച്ചി കഴിക്കാണ്ട്, അല്ലെങ്കിൽ കലാകാലം വെജിറ്റേറിയൻ ആയതുകൊണ്ട് അസുഖം വരില്ല എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് വേണ്ട, ശരീരത്തിന് വേണ്ട പല സാധനങ്ങളും നമുക്ക് ലഭിക്കാതിരിക്കും. അതിന് പകരം ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്, ഒന്ന് ഭക്ഷണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിലുള്ള ഈ നമ്മുടെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, പുതിയതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല കെമിക്കൽസ്, അതേപോലെ നമ്മൾ ഈ ചുട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ പലതും, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നമ്മൾ ക്യാൻസറിന് കാരണമാകാറുണ്ട്. അത് ഒഴിവാക്കുക. പരമാവധി നമ്മൾ സാധാരണ ഭക്ഷണങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, പിന്നെ പണ്ട് ഇന്റർനെറ്റിൽ ഏതൊരു വീഡിയോ കണ്ടിരുന്നു, നമ്മൾ ഒരു സാധനം പച്ചക്കറി നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്, മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് പച്ചക്കറി കഴിക്കരുത്, നെല്ലില് കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്, അത് കഴിക്കരുത്. ഇപ്പോൾ നമ്മളെ ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കോഴിനെയും ആടിനെയും ഒക്കെ വലുതാക്കാൻ വേണ്ടി മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. അത് അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം കഴിക്കാൻ കഴിയില്ല. ഈ സംഭവങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാന്നുള്ളതല്ലാണ്ട് നമ്മൾ ആരും ഈ സംഭവം പച്ചക്കറിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുന്നുമില്ല. അപ്പം ഇത് വെറുതെ ചർച്ച ചെയ്യുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുക എന്നുള്ളതിനേക്കാളും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് അതിന് നല്ലൊരു രീതി. ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അത് പോയാൽ അടുത്തത് അതാ കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ പരമാവധി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കാര്യം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഈ ക്യാൻസർ എന്നുള്ളതല്ല, ഷുഗർ എന്നല്ല, എല്ലാത്തിൻ്റെയും ഇപ്പൊ ഈ ഒരു കാരണം ഒരു നല്ല ഒരു ഭക്ഷണ രീതിയായിട്ട് അതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഈ ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാരയുടെ സാധനങ്ങൾ കുറക്കുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കുറച്ച് എണ്ണയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതല്ലാണ്ട് ഇന്നതേ കഴിക്കാവൂ അല്ലെങ്കിൽ ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. ഈ ഒരുപാട് കെമിക്കൽസും മറ്റു സംഭവങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറേ, ഒരു ഫാമിലിയുടെ ചോദ്യം. PM ഞാൻ അടിച്ചിട്ടുണ്ട് ഡോക്ടർ സാറിന്. ചൂട് വെള്ളം സഞ്ചിയിലാക്കിയിട്ട് തിളപ്പിച്ച ഈ വേദന ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂട് പിടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് കുഴപ്പമുണ്ടോ എന്നൊരു ചോദ്യമാണ്. അത് എന്റെ ചോദ്യമല്ല, ഞാൻ PM ചെയ്ത ചോദ്യമാണ്. ഒരു കുഴപ്പമില്ല. അത് നമ്മൾ പറയുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണ്. മസില് നമ്മൾ സാധാരണ വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുത്തുളുക്കുക അല്ലെങ്കിൽ കൈ പൊക്കാൻ പറ്റില്ല. അങ്ങനെ മസില് നമ്മൾ വേദന ഉണ്ടാകുന്ന സമയത്ത് ഈ മസിലിനൊരു സ്വഭാവമുണ്ട്, അതിങ്ങനെ കൺസ്ട്രിക്ട് ചെയ്ത് റിലാക്സ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു സ്വഭാവമുണ്ട്. അപ്പം
നമ്മൾ ഈ ചൂടുവെള്ളം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൊലി പൊള്ളുന്ന രൂപത്തിലുള്ള ചൂടാകരുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ശരീരത്തിൽ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ്. ചൂട് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ അതിനെക്കുറിച്ചുള്ളൂ. വേദനക്കോ മറ്റു കാര്യങ്ങൾക്കോ നമ്മളും പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം എന്തെങ്കിലും ക്രീമുകളോ ബാമുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ മേലെ ചെറുതായിട്ട് ചൂട് പിടിക്കുക എന്നുള്ളത് എല്ലാവരും പറയുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണ് ഹോട്ട് ഫെമിനേഷൻ എന്ന് പറയുന്നത്. അതിന് ഒരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഡോക്ടറുള്ള സ്ഥിതിക്ക് ഒറ്റ ചോദ്യം കൂടി. പിന്നെ ഈ വീട്ടിൽ നമുക്ക് നാട്ടിലൊക്കെ ഈ കടയിൽ നിന്ന് ഇറച്ചി കൂടുതൽ വാങ്ങിയിട്ട് കുറച്ച് കറി വെച്ച് ബാക്കി ഫ്രീസറിലേക്ക് വെച്ചിട്ട് പിന്നെ ഐസ് പോക്കി വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേട്ടത് അത് വീണ്ടും അതിനെ എന്താ പറയുക, ചത്തതിനെ വീണ്ടും ഒരിക്കൽ കൂടി കൊല്ലുന്നതിന് തുല്യമാണ്, ശവം വീണ്ടും ശവമായി മാറ്റി വീണ്ടും കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും ഇതുണ്ടോ? പിന്നെ ഒന്ന് ഈ ചൂടുവെള്ളം, തണുത്ത വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് ചൂട് കുറച്ചിട്ട് കുടിക്കുന്നുണ്ട്, അതിലും എന്തെങ്കിലും അപാകതയുണ്ടോ? അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ഈ രണ്ടിലും വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ചൂടുവെള്ളത്തിന് നമ്മൾ ചൂട് കുറക്കണമെങ്കിൽ തണുത്ത വെള്ളം തന്നെ വേണ്ടി വരും. അത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മിക്സ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അതിലേക്കൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ രണ്ടാമത്തത് ഫ്രിഡ്ജിൽ വെക്കുന്നതും ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട് ഒരു സാധനത്തെ അങ്ങനെ കൊല്ലുക എന്നുള്ളതൊന്നും ഇല്ല. അതുകൊണ്ട് ഒരുപാട് കാലം ഒന്നും വെച്ച് ഉപയോഗിക്കാണ്ട് കൊന്നു. ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതിന്റെ കൂടെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ആരാ ഭക്ഷണം കഴിക്കുന്നത്? അപ്പൊ അതൊക്കെ ഒരുപാട് കാലം ഒന്നും വെക്കാണ്ട് എടുത്തത് തണുപ്പിച്ച് പിന്നെ വെച്ച് അങ്ങനൊന്നും ആകാണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കരുത് എന്നൊന്നും ഫ്രീസറിൽ വെച്ചത് കഴിക്കരുത് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനെ അതുകൊണ്ട് ഇന്നത് കുഴപ്പമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അടുത്ത ക്ലാസ്സിലെ വിഷയം ഇതുവരെ ആരും പറഞ്ഞില്ല. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 4-5 മിനിറ്റും കൂടെ ഒക്കെ ഉണ്ടാവുള്ളൂ. ബാങ്ക് കൊടുത്താൽ നിർത്താം ഇൻഷാ അല്ലാ. അടുത്ത ആൾ വരിക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറ് നേരത്തെ കരിച്ചു കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി പറഞ്ഞല്ലോ, ക്യാൻസർ വരാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ഒരു സംശയം തോന്നിയത്, കനലിലൊക്കെ വെച്ച് നമ്മൾ ഗ്രില്ലിനകത്ത് വെച്ച് കോഴി മീനും ഒക്കെ ചുട്ട് കഴിക്കുന്നുണ്ട്. അതും ഈ കരിച്ചു കഴിക്കുന്ന ആ മേഖലയിലേക്ക് പെടുമെന്ന് കരുതുന്നു. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരാൻ സാധ്യത വല്ലതുണ്ടോ? നമ്മൾ സാധാരണ കരി കത്തിച്ച് ചൂടാക്കി കനലാക്കി അതിൻ്റെ മേലെ ഗ്രില്ലിൽ വെച്ച കോഴിയോ മീനോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചൂടാക്കി അങ്ങനെ കരിച്ച് കഴിക്കുന്നുണ്ട്. അത് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ സംശയം തോന്നിയപ്പോൾ മൈക്ക് എടുത്തതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സംഭവം ഉദ്ദേശിച്ചത് തന്നെയാണ്. പക്ഷെ നമ്മളൊന്നും കഴിക്കുന്ന പോലെ മാസത്തിലോ ആണ്ടിലോ ഒരിക്കലും ഒരു ചുട്ട മീൻ തിന്നുകൊണ്ട് ക്യാൻസർ വരുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ചില ഭാഗങ്ങളിൽ ചില ആളുകളുടെ ഭക്ഷണം തന്നെ അതാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നോർത്ത് ഇന്ത്യയിൽ നമ്മളിപ്പോ നമ്മൾ ഇങ്ങനെ ചുട്ട് കഴിക്കുന്ന കബാബ് സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ അത് ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ നോർത്ത് ഇന്ത്യക്കാർ അത് ഉപയോഗിക്കുന്നത് കൂടുതലാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകളിൽ ഈ കാർബണിന്റെ അംശം, ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാർബണിന്റെ അംശം ശരീരത്തിൽ തുടർച്ചയായി ചെല്ലുന്നത് കൊണ്ട് അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി മേലിൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല, തിക്ക കബാബ് സംഭവങ്ങളൊക്കെ തന്നെ. അപ്പൊ ഇനി മുതൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല, ചുട്ടമീൻ കഴിക്കേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളിൽ അത് എന്ത് ചെയ്യാറുണ്ട്? ലബനീസ് അങ്ങനെയാണോ എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഉള്ള ആളുകളിൽ അത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാണ്ട് ഒരിക്കലും ചുട്ടമീൻ കഴിക്കാൻ പാടില്ല എന്നില്ല. ഈ കാർബൺ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് വയറിൽ ചെന്ന് അത് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെ പ്രശ്നം ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ, ഈ മീനും ഇറച്ചിയും കൂടി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ, അങ്ങനെ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അതിപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ പോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് കുഴപ്പമൊന്നുമില്ല. ആയുർവേദത്തിലൊക്കെ പറയുന്നുണ്ട് അതിനെന്താണ് അതിന്റെ ബേസിസ് എന്നുള്ളത് എനിക്ക് അറിയില്ല. സംഭവം അങ്ങനെയാണ് കേട്ടുള്ളത്. പണ്ടത്തെ വൈദ്യന്മാരൊക്കെ പറയുന്നുണ്ട് കഴിക്കരുതെന്നൊക്കെ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഉണ്ടോന്നുള്ള. ഇതുവരെ ഇതെടുത്തോളം ഒന്നും നമ്മൾ സാധാരണ ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ളതൊന്നും. എന്നെ അതിനെക്കുറിച്ചൊക്കെ പറയാൻ കഴിയില്ല. ഇപ്പോൾ അതിന് ആധികാരികമായിട്ട് അത് കഴിക്കരുതെന്നോ അല്ലെങ്കിൽ അത് കഴിക്കാം കുഴപ്പമില്ല എന്നോ രണ്ടും എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. അതറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ബാങ്ക് കൊടുത്തു. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിർത്തും. വിഷയം എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച വന്ന് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ക്യാൻസർ ഉണ്ടാവുന്ന നമ്മളെ ഭക്ഷണക്രമം, അത് ഗ്യാസ് ട്രബിൾ വന്നിട്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അൾസറായി, അൾസർ കുറെ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ആയിട്ട് പിന്നെ ക്യാൻസർ വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ മകൻ അങ്ങനെ വന്നിരുന്നു. അങ്ങനെ അപ്പൊ അത് വരാനുള്ള കാരണം അൾസറിനെ നമുക്ക് നിയന്ത്രിക്കുകയും നിങ്ങളെ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് ആയുർവേദിക്കല്ല, നിങ്ങൾ അലോപ്പതി ആണെന്നുള്ള ഞാൻ കരുതുന്നത്. അലോപ്പതിയിലൂടെ നമുക്ക് പിന്നെ ഈ അൾസറിന് മാറ്റം പറ്റിക്കൂടാ. അതേപോലെ തന്നെ നാളത്തെ വിഷയം എൻ്റെ അഭിപ്രായത്തിൽ ഷുഗറും കൊളസ്ട്രോളും അലോപ്പതിയിലുള്ള ട്രീറ്റ്മെന്റ് ആക്കിക്കൂടെ എന്നുള്ള അഭിപ്രായം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത ക്ലാസ്സിലെ വിഷയം എന്തായാലും പറ്റില്ല. കാര്യം നമ്മൾ 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഒന്ന്. രണ്ടാമത്തത് എന്താ ചോദിച്ചാൽ ഈ അൾസറിന്റെ കാര്യം ഞാൻ വളരെ ഇതായിട്ട് ഇതിൽ പറഞ്ഞിരുന്നു. എന്നതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അതൊന്ന് ക്ലാസ് മുമ്പത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ സംഭവം മനസ്സിലാവുന്ന റെക്കോർഡ് കിട്ടുവാണെങ്കിൽ, റെക്കോർഡ് ഉണ്ടാവും ഇൻഷാ അല്ലാ. അത് ഇനിയും ഞാൻ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ബാങ്ക് കൊടുക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള വല്ലതുകൊണ്ട് പറയുകയാണെങ്കിൽ കിഷേരി സാബ് മസിയൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാ. ഇനി വേറെ ആരും ചോദിക്കേണ്ട. പറഞ്ഞിട്ട് നിർത്തുന്നു. സാവും അസിയൊക്കെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ വരിക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പിന്നെ എൻ്റെ അഭിപ്രായത്തിലൊരു വിഷയം തിമിരത്തിനെ കുറിച്ച്. ഈ ചെറിയ കുട്ടികളിൽ വരെ കണ്ണിന്റെ കാഴ്ചക്ക് കണ്ണടയും ഊർച്ചമരം വെച്ച മാതിരി കണ്ണട വെച്ചുകൊണ്ട് ഈ 5-6 വയസ്സാകുമ്പോൾ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു ആള് എന്നോട് പറഞ്ഞു കുട്ടികളെ കണ്ണിന്റെ കാഴ്ചന്റെ ഒരു വിഷയം, ചെറുപ്പത്തിലെ ഈ കണ്ണട വെക്കുന്ന പ്രശ്നം. അപ്പൊ അത് ചർച്ചയ്ക്ക് വെച്ചാൽ എൻ്റെ അഭിപ്രായം പറയാണ്. എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ ആ വിഷയം എടുക്കാം. പിന്നെ എനിക്ക് ചെറിയൊരു ചോദ്യം അതിന്റെ കൂടുതൽ ഇപ്പൊ വന്നത്, പിന്നെ കാലിൽ 1-2 സ്ഥലത്ത് കരുവാളിച്ച പോലെ പിന്നെ റെഡ് പെന്ന് കൊണ്ട് വരഞ്ഞതുപോലെയൊക്കെ കാണുന്നു. ഇതിന് വല്ല പ്രോബ്ലം ഉണ്ടോന്നാ ചോദിച്ചത്. നമ്മൾക്ക് വിട്ടു. അപ്പോൾ വിഷയം തിമിരാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അധികം വരും ഇൻഷാ അല്ലാഹ് പറയാന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തിമിരം എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള കുട്ടികളെ നല്ല കാഴ്ചയിൽ കുറവ് വരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ ഇൻഷാ അല്ലാഹ് അതിനാക്കാൻ ഞാൻ നോക്കട്ടെ. പിന്നെ രണ്ടാമത് ചോദിച്ചത് ഈ പറഞ്ഞ കാലിലെ കരുവാളിപ്പും ഇതെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് വെരിക്കോസ് വെയിന്റെ വളരെ നേരത്തെയുള്ള പ്രസന്റേഷൻ ആയിരിക്കാം. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിൽ ഞരമ്പ് തടിച്ചു വരുന്നത്. കാലിൽ ഞരമ്പ് തടിച്ചു വരുന്നതിന്റെ ഒരു ഏർലി പ്രസന്റേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഈ കാലിന്റെ ഞെരിയാണിയുടെ ഉൾഭാഗത്തോ അല്ലെങ്കിൽ ഒക്കെയാണ് ഈ കരുവാളിപ്പ് തോന്നുന്നത്. അതേപോലെ മുകളിലേക്ക് ചെറിയ രക്തക്കൊഴലുകൾ തടിച്ച് ചെറിയ ഇതുകൾ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കാം. ഒന്ന് ഒരു സർജനെ കാണിച്ചിട്ട് ചെക്ക് ചെയ്ത് ചിലത് അറിയാൻ പറ്റും. വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് കണ്ടാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഡോക്ടർ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉസ്താദെ, പിന്നെ ഡോക്ടറെ, പിന്നെ ഈ രക്തത്തിലുള്ള ക്യാൻസർ അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് പിന്നെ സാധാരണ പല ടൈപ്പ് ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിന്നെ ക്യാൻസർ ഇൻ ബ്ലഡ് അതൊന്ന് വിശദീകരിച്ച് തന്നാലും ഉപകാരമായിരുന്നു. അതിൻ്റെ എത്ര, പിന്നെ ചില കേസ് പെട്ടെന്ന് പിന്നെ രോഗബാധിതരെ പെട്ടെന്ന് മരിക്കുന്ന കേസുണ്ട്. ചിലത് കുറേയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്ന് ചെറിയൊരു വിശദീകരണം ഡോക്ടർ തന്നാലും. പിന്നെ ബാക്കി ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയാൻ ഞാൻ ആളല്ലേ. മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. രക്തത്തിലെ ക്യാൻസർ 5 മിനിറ്റ് കൊണ്ട് പറയാൻ കഴിയില്ല. എന്തായാലും മെയിനായിട്ട് അതിനെ നമുക്ക് ലിംഫോമ അല്ലെങ്കിൽ ലുക്കീമിയ ഈ 2 ഗണത്തിൽപ്പെടുത്താം. ലുക്കീമിയയിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മൈലോബ്ലാസ്റ്റ് ലുക്കീമിയ, ലിംഫോബ്ലാസ്റ്റ് ലുക്കീമിയ 2 എണ്ണത്തിൽ അതിൽ അക്യൂട്ടും ക്രോണിക്കും, അതായത് AML, ALL, CLL അതായത് ക്രോണിക് ലിംഫോയിഡ് ലുക്കീമിയ, അക്യൂട്ട് ലിംഫോയിഡ് ലുക്കീമിയ, അതേപോലെ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ. ഇങ്ങനെ AML, ALL, CLL, CML എന്ന് പറഞ്ഞ 4 ഗ്രൂപ്പിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രസന്റേഷൻ കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നത് ഏതാണ്, അതുപോലെ വയസ്സന്മാരിൽ കാണുന്നത് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ അതിൽ ഡിഫറൻസ് ഉണ്ട്. ഈ 4 എണ്ണത്തിലും ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വരാം അതിലേക്ക്. അതുപോലെ വേറൊന്നാണ് ലിംഫോമ എന്ന് പറയുന്നത്. മയലോമ, നേരത്തെ ഒരാൾ മയലോ പ്രൊളിഫറേറ്റീവ് ഡിസോർഡർ ഞാൻ ചോദിച്ചിരുന്നല്ലോ, അത് ഇതിന്റെ ഒരു ഞാൻ അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഘടകങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നും ഉണ്ടാവില്ല. അപ്പം അടുത്ത ആഴ്ചത്തെ വിഷയം ഇൻഷാ അല്ലാഹ് കിഷോർ സർ പറഞ്ഞ പോലെ തന്നെ തീരുമാനിക്കുന്നു. കാഴ്ചയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, കാഴ്ചയിൽ എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത്, കണ്ണട എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ വരാം. എല്ലാവരോടും ദുആ വസിയത്തോടെ നമ്മൾ കേട്ടതും പറഞ്ഞതൊക്കെ സ്വീകരിക്കട്ടെ എന്ന